സ്തോത്രം 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 സ്തോത്രം. എല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവ് നൽകുന്നതിനായി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും കർത്താവിൻ്റെ വരവിനും എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനത്തിനും വളരെ അടുത്ത് വന്നിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ലോക ഒളിമ്പിക്സ് നടക്കുന്ന പാരീസിൽ, ഫ്രാൻസിലെ പാരീസ് എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. നമുക്കറിയാം, യൂറോപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. ആ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ വളരെ മജോറിറ്റി ഉള്ളതായൊരു സ്ഥലമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായൊരു ക്രിസ്തീയ രാജ്യത്തിൽ നടത്തുന്ന ഒളിമ്പിക്സിൽ 2 ദൃശ്യങ്ങൾ പ്രധാനമായിട്ടും അവരവിടെ അവതരിപ്പിച്ചത് ഒരു ചർച്ചാ വിഷയമായി തീർന്നിട്ടുണ്ട്. അത് ക്രൈസ്തവ പുരോഹിതന്മാരിൽ പലരും, അതുപോലെ പെന്തിക്കോസ്ത് പാസ്റ്റർമാരും മറ്റു പലരും അതിനെക്കുറിച്ച് വളരെ വേദനയോടും ചിലർ ആവലാതിയോടും പിന്നീട് ജിജ്ഞാസയോടും ക്ലേശത്തോടുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, ചങ്ങനാശ്ശേരി സഹായമെത്രാൻ തോമസ് തറയിൽ പിതാവ് അതിനെക്കുറിച്ച് വളരെ വേദനയോടെ ഒരു പ്രസംഗത്തിൽ പറയുന്നതും കേൾക്കാനിടയായി. അതായത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ അന്ത്യഭോജന സമയത്തിൽ നടത്തിയതായ ആ ഫോട്ടോസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ, അത് മറ്റൊരു വിധത്തിലാണ് അവരവർ ആവിഷ്കരിച്ചത്. അതായത് യേശുവിൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ, അതിനു ചുറ്റും 12 പുരുഷന്മാർ സ്ത്രീവേഷം അണിഞ്ഞുകൊണ്ട് വളരെ പരിഹാസമായ രീതിയിൽ അവരതിനെ തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്ന പോലെ കാണിക്കുന്നൊരു ദൃശ്യമായിരുന്നു. മറ്റൊന്ന്, ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ ആകാശത്തു നിന്നിങ്ങനെ ഇറങ്ങി വരുന്നതായ ദൃശ്യമാണ് കാണിച്ചത്. ഇത് തോമസ് തറയിൽ പിതാവ് വ്യാഖ്യാനിച്ചപ്പോൾ തനിക്ക് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല, എന്തിനാണ്. മറ്റു പലരും പറഞ്ഞു, ഈ ലോക ഒളിമ്പിക്സിൽ സകല മനുഷ്യരും അറിയേണ്ടതും കാണേണ്ടതുമായ സമയത്തിൽ ഇത് അവതരിപ്പിച്ചെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഇതെന്നാണ്. മറ്റു ചിലർ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന ഈ കാലത്തിൽ അവർ ചോദിച്ചത്, മറ്റേതെങ്കിലും മതങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഒളിമ്പിക്സ് നടക്കത്തില്ല, പാരീസിനെ കുറിച്ച് ചിലപ്പോൾ കത്തിച്ചു കളയും. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 1-2 പേര് ഇത് മനസ്സിലാകുന്നില്ല, എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അവരിതവിടെ ആവിഷ്കരിച്ചത്. അത് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വരാൻ പോകുന്ന ആ ദൃശ്യം അല്ലെങ്കിൽ കാണിച്ചതായ ദൃശ്യങ്ങൾ, അതിലൊന്ന് വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ആ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് യേശുക്രിസ്തുവും ശിഷ്യന്മാരുടെയും തിരുവത്താഴ ശുശ്രൂഷയുടെ ഫോട്ടോകൾ നമുക്കറിയാം. ഒരു കാലത്തിൽ ലിപികൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഭാഷാ പരിജ്ഞാനത്തിലേക്ക് വരുന്നതിന് മുൻപ് ദൃശ്യങ്ങളായിരുന്നില്ല മനുഷ്യൻ്റെ ഭാഷകൾ, ആംഗ്യ ഭാഷകൾ, ദൃശ്യങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ എഴുതിന് പകരം പടം വരച്ചും ഒക്കെ ഇങ്ങനെയുള്ളതായ എംബ്ലങ്ങൾ ഉപയോഗിച്ച കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ റോമിൽ താൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളയുന്നൊരു കാലഘട്ടത്തിൽ അവർക്കൊരു എംബ്ലം ഉണ്ടായിരുന്നു. അതിനവരെടുത്തിരുന്നത് മത്സ്യത്തിൻ്റെയാണ്, ഒരു മീൻ. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ തമ്മിൽ കാണുമ്പോൾ അവർ മീനിൻ്റെ പടം വരച്ച് കാണിക്കുന്നത്. അതവരെടുത്തൊരു മീനെന്ന് പറഞ്ഞാൽ ആത്മാക്കൾ, ആത്മാക്കളുടെ വ്യാഖ്യാനമായ മീൻ. ഇങ്ങനെ അവർ തമ്മിൽ തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ പലരും ഇന്നത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയും CBIക്കൊക്കെ കോഡ് ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കാർ പണ്ട് ഒളിവിൽ താമസിക്കുന്ന കാലത്തിൽ 2 സഖാക്കൾ തമ്മിൽ കാണുമ്പോൾ അവർക്കും ചില ആംഗ്യ ഭാഷകളും ചില ഡയലോഗുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തങ്ങളുടെ കക്ഷികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ദൃശ്യാവിഷ്കരണം തെറ്റെന്ന് പറയാൻ നമുക്കൊക്കില്ല. കാരണം അനേകരും ആ ദൃശ്യങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
വേദപുസ്തക അടിസ്ഥാനത്തിൽ വചനപ്രകാരം നമുക്ക് ദൃശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോസുകളോ ശിഷ്യന്മാരുടെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അറിവില്ലാത്ത കാലത്തിൽ മനസ്സിലാക്കാവുന്നല്ലാതെ അത് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ഇവർ ചെയ്തത് ക്രിസ്തുവിനെ അപമാനിക്കുക എന്നുള്ളതല്ല അവരുടെ പ്രധാന ലക്ഷ്യം. അത് രണ്ടാമത്തെ വിഷയമാണ്. ഒന്നാമത്തെ വിഷയം, ഈ വരാൻ പോകുന്ന ഒരു മശിയ, എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി വെളിപ്പെടുവാൻ സമയമായി എന്നതിൻ്റെ വലിയ ഒരു ഒരുക്കമാണ് ഈ കാണിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവും ആൻറ്റി ക്രൈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, ആൻറ്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു എന്നാണ്. അപ്പോൾ ക്രിസ്തു ആര് നമുക്കറിയാം. എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ നേരെയല്ല, ഓപ്പോസിറ്റ് ആയിരിക്കണം. അവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിച്ച് അവിടെ ഈ വെളിപ്പെടാൻ പോകുന്നതായ എതിർ ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവ സവിശേഷ അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ലോകം പ്രതീക്ഷിക്കുന്ന ലോക നേതാവ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:3 മുതൽ വായിക്കാം. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് നോക്കണം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അപ്പൊ ചതിയുടെ ഒരു ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവ്, ഡിസീവിങ് സ്പിരിറ്റ്. ഇതാണ് ഈ കാര്യം. ഇതിനെ തിരിച്ചറിയണമെങ്കിൽ തിരുവചന സത്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ തറയിൽ പിതാവ് പോലും പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനു വേണ്ടിയാണ് അവർ. എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനമുള്ളൊരു ബിഷപ്പാണ്. കാരണം കുട്ടനാട്ടുകാരനായതുകൊണ്ടല്ല, ഞാനും കുട്ടനാട്ടുകാരനാണ്, അതുകൊണ്ടല്ല. താനെ കത്തോലിക്ക പല ബിഷപ്പുമാർ അച്ഛന്മാരെക്കാളും കുറേ അധികം സഭയുടെ നവീകരണത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി തുറന്ന് സംസാരിക്കുകയും വചനമാണ്, യേശുക്രിസ്തുവാണ് പ്രാധാന്യമെന്ന് വളരെ മുൻതൂക്കം കൊടുത്ത് പ്രസംഗിക്കുകയും അത് പ്രായോഗികമാക്കി തീർക്കുവാൻ ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും അത് മനസ്സിലാകുന്നതിൻ്റെ കാരണം നമുക്കറിയാം, സമുദായ സഭകളിൽ, ഞാനുമൊക്കെ സമുദായ സഭകളിൽ ഇരിക്കുന്ന സമയത്തിൽ തിരുവചനങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും അധികം കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് കുറേയൊക്കെ. രണ്ടാമതൊരു വ്യാഖ്യാനങ്ങൾ, പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ അതിന് ശരിയായ വ്യാഖ്യാനങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനം ലഭിച്ച വിശുദ്ധന്മാർ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ അവൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് എതിരാണ്. നോക്കണം, അവൻ ദൈവഭാവം, ദൈവത്തെ ഒന്നുകൂടെ വായിക്കാം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, നോക്കണം, ദൈവമല്ല, ദൈവമെന്ന് നടിക്കുന്നവനാണ്. അപ്പോൾ ദൈവമല്ല എന്നുള്ളത് വ്യക്തമാണ്. ദൈവമെന്ന് നടിക്കുന്നവനും പിന്നെ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്ര. നോക്കണം, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്ര എന്നാണ്. അപ്പോൾ എതിരാളി ആയതുകൊണ്ടാണ് അവൻ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന പേരിലാണ് അവൻ വരുന്നത്, പക്ഷേ അവൻ ചെയ്യുന്നതെല്ലാം തലതിരിച്ചായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബുദ്ധിരാക്ഷസന്മാരിലാണ് കൂടി ഒളിമ്പിക്സിൻ്റെ പതാക ഉയർത്തിയപ്പോൾ പതാക തലതിരിഞ്ഞാൽ വന്ന്. ലോകം മുഴുവനും ആക്ഷേപമായി തീരത്തക്കവണ്ണം ഫ്രാൻസിൻ്റെ മേളിൽ ഒളിമ്പിക്സിൻ്റെ പതാക ഉയർന്നപ്പോൾ അത് തലകീഴായിട്ടാണ് അവിടെ വന്നത്. രണ്ടാമത് അവർ പ്രതീക്ഷിച്ചില്ല, അവിടെ മുഴുവനും ഓപ്പൺ ഗ്രൗണ്ട് മുഴുവനും നല്ല മഴ കൊണ്ട് എല്ലാത്തിനും നനച്ച് അത് അസ്വസ്ഥമാക്കി മാറ്റി തീർന്നു. ഇത് ആ പടം വരച്ചുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയൊരു ആവിഷ്കരണം അവിടെ അവതരിപ്പിച്ചുകൊണ്ടെന്നുള്ളതല്ല, ഇതവൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവമാണ്. എതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവം എല്ലാം ക്രിസ്തുവിനെതിരാണ്. ഇന്നും അങ്ങനെയുള്ളതായ ചില പ്രസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാതെ സാത്താനാൽ, അല്ലെങ്കിൽ സാത്താൻ എന്ന് പറഞ്ഞ് ലോകജ്ഞാനം, 2 ജ്ഞാനം തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന് ദൈവജ്ഞാനവും ഒന്ന് ലോകജ്ഞാനവും. ദൈവശക്തി, ലോകശക്തി. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രൈസ്റ്റ് ദി പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ ക്രിസ്തുവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെ പിന്നെ 2 കാര്യങ്ങളാണ് എൻ്റെ പ്രാധാന്യം. ഒന്ന് ജ്ഞാനം, ഒന്ന് ശക്തി. അപ്പോൾ ഏത് വിഷയത്തിൻ്റെ ബേസിക്കലി പവർ ആൻഡ് വിസ്ഡമാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ശക്തി, അത് വെളിപ്പെടുത്തിയതാണ് വചനം. അല്ലെങ്കിൽ വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വചനത്തിലല്ല, ശക്തിയിലെന്ന്. ആ വചനം എന്ന് പറയുന്നത് നമ്മുടെ ഈ വചനമല്ല, നമ്മളുടെ സാധാരണ സംസാരിക്കുന്ന കൊളോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോകജ്ഞാനത്തിലല്ല, ദൈവശക്തിയിലാണ് ആധാരമായിരിക്കും. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ചതിക്കുന്നതാണ്.
അപ്പോൾ ഈ ജ്ഞാനവും ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ക്രിസ്തുവിനുള്ളതായ കാര്യങ്ങളെല്ലാം നമ്മൾ വരുമ്പോൾ പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവാണ്. അവിടെ ദൈവികമായ മൂല്യങ്ങൾ അല്ലെങ്കിൽ അന്തസത്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉയർപ്പിൻ്റെ ജീവനുണ്ട്. എന്നാൽ എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ശക്തിയാണ്. അതായത് വീണുപോയ ദൂതന്മാർ, ഏലിയൻസ് എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന നേതാവ്. ഇവൻ്റെ ശക്തി എന്ന് പറയുന്നത് നേരെ എതിരാണ്, എതിർ ശക്തിയാണ്. അതുകൊണ്ടാണ് ലോകവും നമ്മളും തമ്മിൽ വലിയ അന്തരംഗങ്ങളുണ്ട്. ലോകത്തിന് ഇത് അംഗീകരിക്കാൻ ഒക്കത്തില്ല, കാരണം അത് വേറെ, ഇത് മറ്റൊന്നാണ്. അപ്പോൾ ആ ഒരു ശക്തി ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. വളരെ ശക്തിയോടുകൂടി ബലപ്പെടുന്നൊരു കാലമാണിത്. അങ്ങനെ വരുമ്പോൾ ഇനി മുൻപോട്ട് പോകുന്തോറും ഈ പറഞ്ഞ പോലെ അവരെ ഉയർത്തുന്ന ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായിരിക്കും ഇനി ശക്തിപ്പെട്ട് വരാൻ പോകുന്നത്. അത് നമ്മൾ വേദവസം അറിയാവുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അത് മുൻകൂട്ടി അറിയാവുന്നവർക്ക് ഇത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇനി അത് കൂടുതൽ ശക്തിപ്പെടും. അപ്പോൾ അന്ത്യക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം ഏറ്റവും സമീപമായിരിക്കുന്നു, അവനിതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ആ ചിത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീകളുടെ വേഷമെടുത്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തു പുരുഷത്വത്തെ കാണിക്കുകയാണ്. ദൈവികം എന്ന് പറഞ്ഞാൽ പുരുഷത്വമാണ്. ദൈവത്തിൻ്റെ ഭാഷകളിൽ പറയാം പുരുഷത്വത്തിനുള്ളതാണ്. അവിടെ സ്ത്രീകൾ എന്നുള്ളത് തരംതാഴ്ചയല്ല, അക്ഷിമാശ്രീ എന്നുള്ളതല്ല, പക്ഷേ പുരുഷത്വത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പുരുഷത്വം കാണിപ്പിൻ, പൗലോസ് പറഞ്ഞു നിങ്ങൾ പുരുഷത്വം കാണിപ്പിൻ. അപ്പോൾ ഏത് കാര്യങ്ങളായാലും ശരി, ദൈവം അങ്ങനെ ഒരു അതോറിറ്റി മനുഷ്യർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവൻ്റെ സ്വഭാവം സ്ത്രീയുടെ സ്വഭാവമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ വീണുപോയ സ്ത്രീയുടെ, നല്ല സ്ത്രീകളല്ല, വീണുപോയ സ്ത്രീയുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു നേരെ തലതിരിഞ്ഞ് കാണിക്കത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ അവരെന്ത് ചെയ്താലും തലതിരിഞ്ഞ് ചെയ്യത്തുള്ളൂ. ചിലത് പറയും, എന്ത് പറഞ്ഞാലും ആദ്യം തലതിരിഞ്ഞ് പറയത്തുള്ളൂ. അത് ഈ എതിർ ശക്തി നമ്മളിൽ വാഴുന്നതുകൊണ്ടാണ്. അത് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഈ എതിർ ശക്തി നമ്മളിൽ വാഴുമ്പോൾ നമ്മൾ നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ചാലും ശരി, അത് നെഗറ്റീവായിട്ടേ പറയത്തുള്ളൂ. ഇപ്പോൾ നിൻ്റെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയത്തുള്ളൂ. പിന്നെ ഉണ്ടെന്ന് പറയും. അതാ ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയുന്ന ടെൻഡൻസി നമ്മളിൽ വ്യാപിക്കുന്ന ഒരു ശക്തിയാണ്. അല്ലെങ്കിൽ അതിനെ മൈനസ് ചെയ്ത് കാണിക്കുക. അത് അവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, മനഃപൂർവ്വമല്ല, പക്ഷേ അത് അവരിൽ വ്യാപിക്കുന്ന ശക്തിയാണ്. എന്നാൽ ക്രിസ്തു പോസിറ്റീവാണെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയാനൊരു ധൈര്യം വരും, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരാളൊരു ചോദിക്കുക ഇച്ചിരി ഭക്ഷണം തരിക, ശരി, ഇല്ലെങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ മനസ്സാണ് എന്ത് ചെയ്യും, എന്തെങ്കിലും കൊടുത്ത് അവർക്കൊരാശ്വാസം കൊടുക്കും. അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് വരും. ഒരാൾ ഒന്നിച്ചിട്ട് പൈസ ചോദിച്ചു, നമ്മുടെ പൈസ ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഒരുപക്ഷെ തപ്പും, എന്തെങ്കിലും കൊടുത്ത്. അങ്ങനെ പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവാണ് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞു. ഇത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് നശിച്ചു പോകുന്ന ലോകത്തിൽ ഇത്രയും പ്രാധാന്യങ്ങൾ കൊടുത്ത് അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്ന, അവസാനം നിരാശരായി പോവുകയാണ്. പാസ്റ്റർ ഡോൺ, അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലും ഫിലദൽഫിയയിലും ഒക്കെ ഗ്ലാസ്, അന്നത്തെ കാലം, ഇന്നലെ ഗ്ലാസ്സൊക്കെ, ഗ്ലാസ് കൊണ്ട് കെട്ടിടമുണ്ടാക്കിയ മനുഷ്യനാണ്. ആർക്കിടെക്ട് എഞ്ചിനീയറായിരുന്നു. അങ്ങനെ ഈ സമയത്തിൽ ഇതുപോലെ ഒരു ഭൂകമ്പം ഉണ്ടായി. താൻ പണിതായ 2 വലിയ ഗ്ലാസ് ഹൗസുകൾ ഉടഞ്ഞു താഴെ പോയി. അപ്പോൾ തനിക്ക് വലിയ ദുഃഖമായി, പ്രയാസമായി. അപ്പോൾ താൻ പോയി മുറിക്കാത്തിരുന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ താൻ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ ഒരു ബൈബിൾ ഇരുന്നു. ആ ബൈബിൾ താൻ മറിച്ചു നോക്കിയ സമയത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിച്ച ഒരു വാക്യം തന്നെ ടച്ച് ചെയ്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം ഏതാണ്ട് താൻ അന്വേഷിച്ചിറങ്ങിയതാണ്. താൻ വിശ്വാസത്തിലേക്ക് വരികയും പിന്നീട് താൻ പ്രതിഷ്ഠിക്കപ്പെട്ടൊരു ശുശ്രൂഷകനായി തൻ്റെ ജീവിതാവസാനം വരെയും കർത്താവിനോട് ചേർന്ന് വേല ചെയ്ത് അവസാനിക്കുകയും ചെയ്തു. അനേക ആത്മാക്കളെ നേടി, അനേക സഭകളെ സ്ഥാപിച്ചു. അപ്പോൾ അതുതന്നെയാണ് ബുദ്ധിയുടെ അല്ലെങ്കിൽ ശരിയായ നിലനിൽക്കുന്ന സത്യം. ജെയിംസ് ഇർവിൻ എന്ന് പറയുന്നതായ ബഹിരാകാശ സഞ്ചാരി 2ാമത്തെ പ്രാവശ്യം അമേരിക്കയുടെ ലൂണോ 13 അതല്ല 16 പോയൊരു മനുഷ്യനാണ്. അവിടെ ചെന്ന് താൻ തൻ്റെ 45 വയസ്സ് വരെയും തൻ്റെ ജീവിതകാലം മുഴുവൻ നാസയിൽ കൂടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ സമ്പാദിക്കാം, ചന്ദ്രനിൽ പോയതോ നേടാമെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി ജീവിതം ചെലവഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം താൻ ചന്ദ്രനിൽ ചെന്നു. തപ്പിച്ചെന്നപ്പോൾ കുറേ കല്ലുകൾ കിട്ടി. ആർക്കും വേണ്ടാത്ത കുറേ കല്ലും പെറുക്കിക്കൊണ്ട് വന്നു. ഇത് താൻ മേശപ്പുറത്ത് വെച്ച് ചിന്തിച്ചു, എന്ത് നേടി? കുറേ കല്ലുകൾ. ഞങ്ങളുടെ കുട്ടനാട് ഭാഷ പറഞ്ഞാൽ ഞങ്ങളുടെ അയലോകത്തെ സോമൻ ചേട്ടനും ദിവാരൻ ചേട്ടനുമൊക്കെ രാവിലെ ഒരു വള്ളത്തെ പോയാൽ പിറ്റേ ദിവസം ഒരു വള്ളം നിറച്ച് മണലുമായിട്ട് വരും.
അല്ല കല്ലുമായിട്ട് വരും. ഇത് ഇത്രയും വർഷം അതവർ കാശും കിട്ടും. പക്ഷേ ഇവർ ഇത്രയും കോടികൾ ചെലവഴിച്ച് ഇതെല്ലാം അധ്വാനിച്ചിട്ട് അവസാനം ഒരുപടി കല്ലും പെറുക്കിക്കൊണ്ട് വന്നു. അപ്പോൾ പുള്ളി ഞാൻ എന്തോ നേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഒരു വചനം കിട്ടിയത്, ജീവനുള്ള കല്ലുകൾ. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നിങ്ങളും ദൈവത്തിൻ്റെ ജീവനുള്ള കല്ലുകൾ. ഈ വാക്യം തന്നെ സ്പർശിച്ചു. അന്ന് താൻ നാസായി എന്ന ജോലി രാജിവെച്ചിട്ട് സുവിശേഷമായിട്ട് പുള്ളി ഇറങ്ങി. അങ്ങനെ മാരാമൻ കൺവെൻഷൻ വന്ന് ഈ സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, താൻ പറഞ്ഞു, മുൻപെൻ്റെ മോളെ ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു. പക്ഷെ ഞാൻ അവളെ തിരുവനന്തപുരത്തുള്ള അമേരിക്കയിൽ വാസം ചെയ്തു അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു പ്രവാസി മലയാളിയായ ഒരു സുവിശേഷകർ താൻ വിവാഹം കഴിച്ചു കൊടുത്തു. നോക്കണം, രണ്ട് ജ്ഞാനത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം നമ്മൾ പണിതുയർത്തിയാലും ശരി, അതെല്ലാം നശിച്ചു പോകുന്നു. മനുഷ്യൻ വേണമല്ലോ, താമസ സൗകര്യം വേണം, തെറ്റല്ല. പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നു, എന്ത് നേടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം? ഏതായാലും ഇത്രയും മനോഹരമായി ഈ ഭൂമി, ആകാശവും ചരാചരങ്ങളും മനുഷ്യനെ തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇത്രയും മനോഹരമായ സൃഷ്ടികളൊക്കെ നടത്തിയതിന് പിന്നിൽ ഒരു ശില്പിയില്ലേ? അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവം എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു, എന്താണ് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ദൈവമുണ്ടോയെന്ന് ബുദ്ധിമാന്മാർ അന്വേഷിക്കുന്നു, മൂഢന്മാർ അതറിയാതെ പോകുന്നതാണ്. ബുദ്ധിയില്ലാത്ത മൂഢന്മാർ, പട്ടണത്തിലേക്ക് പോകുന്ന ബുദ്ധിയില്ലാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകും. നമ്മൾ കണ്ടല്ലോ, കാര്യം ചെയ്ത് നമുക്കെല്ലാം വളരെ ദുഃഖമാണെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എല്ലാം നശിച്ചു പോവുകയാണ്. ഇത് ദൈവം സ്വർഗത്തിൽ നിന്ന് ന്യായവിധി അയക്കുകയല്ല. നിങ്ങൾ വിചാരിച്ചോണം, ദൈവം ഒരിക്കലും മനുഷ്യർക്കൊരു ദോഷവും ചെയ്യുന്നില്ല. പ്രകൃതിയിൽ തന്നെ മനുഷ്യൻ്റെ വികൃതികളും പാപങ്ങളും വർദ്ധിക്കുന്ന സമയത്തിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ന്യായവിധികളുണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള കലാമിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എത്രയോ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു. എന്താ കാരണം? ഈ പ്രൊട്ടക്ഷനുള്ളതായ മലകളെല്ലാം പൊട്ടിച്ച്, വലിയ ജായ്ക്കാബറും മരുന്നുകളെല്ലാം പൊട്ടിച്ച് വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിള്ളലുണ്ടാകുന്ന സ്ഥലത്തിൽ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങി 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 നമുക്കറിയാമല്ലോ, ഒരു സമയം കഴിയുമ്പോൾ അതിന് താങ്ങാൻ വയ്യാത്ത ലോഡ് കയറി വരും. ആ സമയത്ത് അത് പൊട്ടിപ്പോകാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ക്രമമില്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടും ദൈവിക പദ്ധതിക്കെതിരായിട്ട് അവർ തന്നെ പ്രകൃതിയോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ് പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോക്കണം, ഇനി മലമ്പ്രദേശം മാത്രമല്ലല്ലോ, സിറ്റി താമസിക്കുന്ന മനുഷ്യരുണ്ടില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവരഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രവൃത്തിയിൽ തന്നെ ഒരു റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തം ക്രിസ്തു നമുക്ക് കാണിച്ച മാതൃക വളരെ സിമ്പിൾ ലൈഫാണ്. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ച മാതൃക. മീഖായുടെ പുസ്തകം 6:8 വായിക്കുമ്പോൾ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ജീവിതം ചെയ്യുന്ന മനുഷ്യർക്ക് അധികം ലോകത്തിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമ്പാദിച്ചുകൊണ്ട ആവശ്യമില്ല. ആർഭാട ജീവിതം നമുക്ക് ആവശ്യമില്ല. ആരംഭ മനുഷ്യൻ നോക്കുക, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഈ ഭൂമിയിൽ ഒരു പാർപ്പിടം വേണം. അത് അന്നത്തെ കാലത്ത് പുല്ലുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയില്ലേ, അവിടെ താമസിച്ചില്ലേ? ശരി, കുറേ കൂടെ കഴിഞ്ഞപ്പോൾ കുറേ അഡ്വാൻസ് ആയിട്ട് വരുന്നത് നല്ല തന്നെ. പിന്നെന്താ വേണ്ടേ? പണ്ട് കാലത്തിൽ വസ്ത്രം ആവശ്യമില്ലായിരുന്നു, ഇപ്പോൾ വസ്ത്രം വേണം. അതിപ്പോൾ ആവശ്യമുണ്ട്. ഭക്ഷണം വേണം. ഇത് മൂന്നുമല്ല പ്രധാനം. അപ്പോൾ അതിനുവേണ്ടി നാം ജീവിക്കുക. അതിനെന്താ ചെയ്യുന്നത്? കാർഷിക മേഖല. മനുഷ്യന് ആവശ്യം അതല്ലേ? അവൻ കൃഷിക്കാരനായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആദാം, അവൻ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ഇതല്ലേ ആവശ്യം? മണ്ണിൽ ജോലി ചെയ്യുക, കൃഷിയെടുക്കുക, അധ്വാനിച്ച് ജീവിച്ചു സന്തോഷമായിട്ട് പോവുക. ഇതിനപ്പുറത്തേക്കുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? അവസാനം ഇതല്ലേ ഉള്ളൂ. ഇപ്പോൾ ക്യാമ്പിൽ പോയി താമസിക്കുന്ന മനുഷ്യർ, അവർക്കെന്താ ആവശ്യം? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഇത് മൂന്നുമല്ല വിഷയം. അപ്പോൾ ഇത് കവിഞ്ഞിട്ട് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി, ആ കീഴ്പ്പെടുത്തുന്ന ദുഷ്ടാത്മാവ് മനുഷ്യനെ കയറി എത്ര കോടികളാണ് നശിപ്പിക്കുന്നു നോക്കണം. ഈ കോടികളൊക്കെ മനുഷ്യന് വേണ്ടി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അവന് തൊഴിലുണ്ടാക്കി കൊടുക്കുകയും അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നന്നായി ചെയ്യുകയും ചെയ്താൽ ഈ ലോകം എത്ര മനോഹരമായിരുന്നതിന്. മാത്രമല്ല, ഈ ഗവൺമെൻറ് തന്നെ എന്തുമാത്രം കാശുകൾ ഓരോ കാര്യത്തിനും ചെലവഴിക്കുന്നു. മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ?
ബുദ്ധിയോടുകൂടി ജീവിക്കണം, ശത്രുതയില്ലാതെ. അതാണ് ഇവർ ചെയ്യുന്നത്. പല നേതാക്കന്മാരും തമ്മിൽ അണികളെ തമ്മിലടിപ്പിച്ചും കത്തിക്കുത്ത് നടത്തിയും കൊലപാതകം നടത്തിയും ഈ ദുഷ്ടത. എന്താ കാരണം? അതാണ് ഈ ലോകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന ഈ എതിർ ക്രിസ്തുവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എല്ലാം ഡിസ്ട്രക്റ്റീവാണ്, നോട്ട് കൺസ്ട്രക്റ്റീവ്. അപ്പോൾ ആ ആത്മാവിൻ്റെ പുറകെ പോകുന്ന മനുഷ്യരെല്ലാം അവസാനം നിരാശപ്പെട്ടു പോകും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെല്ലാം നഷ്ടം വന്നാലും, ഞാൻ വേളാങ്കണ്ണി ഇരിക്കുന്ന സമയത്തിൽ, നാഗപട്ടണം വേളാങ്കണ്ണി ഇരിക്കുന്ന സമയത്തിൽ അവിടെ പള്ളി പരിസരത്ത് തീ കത്തിയപ്പോൾ അനേക വീടുകൾ അവർ ഈ മെഴുകൊക്കെ ഉണ്ടാക്കി, മെഴുകുതിരി ഉണ്ടാക്കി 2 രൂപയുടെ മെഴുകുതിരിക്ക് 100 രൂപയൊക്കെ ടൂറിസ്റ്റിന് കൊടുത്ത് കാശുണ്ടാക്കുന്നു. ചെറിയ അലോമനിയം കൊണ്ട് ചില കാലൊക്കെ ഉണ്ടാക്കി അത് വിറ്റ് കാശാക്കും. ഇതൊക്കെ ക്രിസ്ത്യാനികൾ അനുവദിക്കുന്ന കാര്യം കൂടാണെന്ന് വിചാരിച്ചോണം, ക്രിസ്തീയ മതക്കാർ ചെയ്യുന്ന കാര്യം കൂടാണെന്ന് വിചാരിച്ചോണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അത് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം തീ കത്തിപ്പോയി. കാരണം മെഴുകല്ലേ, എവിടെയോ തീ പിടിച്ചു, മെഴുകുരുകി ആ പ്രദേശത്ത് വീട് മുഴുവൻ കത്തിപ്പോയി. ഞാനന്ന് അവിടെ ഉണ്ട്, ദൃക്സാക്ഷിയാണ്. അപ്പോൾ അതിലൊരു വിശ്വാസി ഉണ്ടായിരുന്നു. വിശ്വാസി എന്ന് പറഞ്ഞാൽ പിന്മാറ്റത്തിൽ പോയതാണ്. നോക്കണം, ഒരു കാലത്ത് വിശ്വാസി വന്ന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസി വന്നതിന് ശേഷം അവൻ വീണ്ടും കാശുണ്ടാക്കാൻ വേണ്ടി ഈ പണികൾ ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഞാനവിടെ ചെല്ലുന്നത്. ഞാനോട് പറഞ്ഞു, നിനക്ക് പറ്റിയ പണിയല്ല, നിനക്ക് സർക്കാർ ശമ്പളമുണ്ട്, യോഗ്യമായി ജീവിക്കുക, അന്യായമായി സമ്പാദിക്കാൻ പോയത് തെറ്റാണ്. അവൻ മനസ്സിൽ എന്നെ പരിഹസിച്ചു. പിറ്റേ ആഴ്ചയോടെ കത്തിപ്പോയി. അങ്ങനെ കത്തിയതിന് ശേഷം അവനും ഭാര്യയോട് ഓടി ഫെയ്ത്തോൾ വന്നു. അപ്പോഴാണ് തിരിച്ചു വരുന്നത്. നോക്കണം, അപ്പോൾ തിരിച്ച് ഫെയ്ത്തോൾ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതെല്ലാം പോയതോട് ഞങ്ങൾക്ക് പ്രയാസമില്ല, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ മെഴുകും ഫാക്ടറിയും പ്രസ്ഥാനവും എല്ലാം നശിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഭാരമില്ല, കാരണം ദൈവത്തെ തിരിച്ചു കിട്ടി, ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രാധാന്യം. അതവർ തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന എല്ലാം നമുക്ക് രക്ഷയായിട്ട് വരികയില്ല. ദൈവം മാത്രമേ, അല്ലെങ്കിൽ ദൈവീയമായ ബന്ധത്തിൽ മാത്രമേ സമാധാന സന്തോഷം. എല്ലാം നശിച്ചു പോയപ്പോഴും അവരുടെ ഹൃദയത്തിൽ വേവലാതിയില്ല. എന്താ? ആ ദൈവസമാധാനം അവരിൽ വാഴും. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് സുവിശേഷം. അതിനാണ് യേശുക്രിസ്തു വന്ന് ഈ സുവിശേഷ ലോകത്തിലേക്ക് പ്രവേശിച്ചത്. നോക്കണം, മനുഷ്യനെക്കുറിച്ച് അവൻ താഴ്മയോട് ജീവിക്കണം. മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ അതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. അതാദ്യം നമ്മൾ ഗ്രഹിക്കുക. വായിച്ചേ, എഫേസ്യർ 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ. നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ എന്തിനു വേണ്ടി? സൽപ്രവർത്തികൾ ചെയ്യുക. സൽപ്രവർത്തികൾ ഒരുപാട് മനുഷ്യർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഈ ദുരിതം വന്നപ്പോൾ എത്രയോ നല്ല മനുഷ്യർ എന്തുമാത്രം സൽപ്രവർത്തികൾ. വയനാട്ടിൽ നമ്മുടെ വിശ്വാസികളുണ്ട്, വേലക്കാരുമുണ്ട്. അവരും ആ പ്രവർത്തനത്തിൽ ഈടുപെട്ടിരിക്കുകയാണ്. നമുക്കും അതിൽ പങ്കാളികളാകണം. ഏതെങ്കിലും വിധത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ അവിടുത്തെ വിശ്വാസികളായാലും അതിൽ നിന്നും വിശ്വാസികൾ TPM വിശ്വാസികളില്ലെങ്കിലും ആ TPMൽ അടുത്ത സഭകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഇങ്ങനെയുള്ള സൽപ്രവർത്തികളിൽ വളരെ ശുഷ്കാന്തി. എന്നാൽ അതുകൊണ്ടെന്ത് മാത്രമാകുന്നു? മനുഷ്യൻ പുറമേയുള്ളൊരു ശരീരമാണോ മനുഷ്യൻ്റെ ജീവിതം? പുറമേയുള്ളൊരു ജീവിതമല്ലല്ലോ അവൻ്റെ അകത്തെ ജീവിതം, അകത്തെ മനുഷ്യൻ, ആത്മാവിൻ്റെ. അതേപോലെ ഈ ആത്മാവിൽ ധൈര്യവും ബലമുള്ള മനുഷ്യൻ ഏത് പ്രയാസത്തിൽ കൂടി പോയാലും അവൻ്റെ ആ കോൺഫിഡൻസ്, പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ ദൈവത്തിന്മേൽ വിശ്വാസമുള്ളവരാണ്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും, ഇനി അഥവാ മരിച്ചു പോയാൽ പോലും അവർക്കും പ്രത്യാശയുണ്ട്. കാരണം അവർ പ്രിയം വെച്ച ദൈവത്തെങ്കിൽ സ്വർഗത്തിൽ പോകുന്നുള്ള ധൈര്യമുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ഒരിക്കൽ ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സമയത്തിൽ, ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന സമയത്തിൽ ഒരു സുവിശേഷകൻ്റെ വെള്ളത്തിൽ ജാക്കറ്റ് ധരിച്ച് കിടക്കുകയാണ്. പ്രായമുള്ള ഒരു മിഡിൽ വയസ്സുകാരൻ. അപ്പം ജാക്കറ്റുണ്ട്, അയാൾ രക്ഷപ്പെടും. കാരണം രക്ഷാ ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വന്ന് തനിക്ക് കയറി പോവാം. അപ്പോൾ താൻ നോക്കുമ്പോൾ ഒരു യൗവനക്കാരൻ ഈ പറഞ്ഞ ജാക്കറ്റ് ഇല്ലാതെ ഈ വെള്ളത്തിൽ മുങ്ങി താഴാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ താൻ അവനോട് ചോദിച്ചു, നിനക്ക് ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്തിനു ജീവിക്കുന്നു? അപ്പോൾ ഈ സുവിശേഷം പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ജീവിക്കുന്നെങ്കിൽ നീ ദൈവത്തിനായിട്ട് ജീവിക്കണം. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ ജാക്കറ്റ് ഊരി നിനക്ക് തരാം. കാരണം നീ ഇനി ജീവിക്കേണ്ടവനാണ്. കാരണം നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നീ ദൈവരാജ്യത്തിന് യോഗ്യനായിട്ടില്ല. ഞാനോ ദൈവരാജ്യത്തിന് യോഗ്യനായി തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ മരിച്ചാലും സാരമില്ല, ഞാൻ സ്വർഗത്തിൽ പോകും, യേശുവിൻ്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ ജാക്കറ്റ് ഞാൻ നിനക്ക് തരാം. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലി നീ ചെയ്യണം. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് ക്രൂശിലെ ആ രക്തത്താൽ നീ കഴുകപ്പെട്ട്
നീ വീണ്ടെടുപ്പ് പ്രാപിച്ചതിന് ശേഷം ഞാൻ ചെയ്ത പ്രവൃത്തി നീ ഭൂമിയിൽ ചെയ്യാമെങ്കിൽ നിനക്ക് തരാം. അവൻ സമ്മതിച്ചു. ജാക്കറ്റ് ഊരി കൊടുത്തു. അവൻ്റെ കൺമുമ്പിൽ ഈ സുവിശേഷൻ വെള്ളത്തിൽ താന്നു സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കാൻ പോലും നമുക്കുള്ളൊരു ധൈര്യം. പക്ഷേ ആ ജീവനെ കൊടുക്കുമ്പോൾ അത് പാഴായി പോകരുത്. കാരണം ഒന്നാമത് മുൻപേ അവൻ്റെ രാജ്യവും നീതി. അപ്പോൾ ദൈവം മനുഷ്യനെ വെച്ചിരിക്കുന്ന നിത്യരക്ഷയ്ക്ക് അവൻ്റെ പാപം പരിഹരിക്കപ്പെടണം. പാപിയായ ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പോരൊക്കില്ലല്ലോ. അവൻ്റെ പാപം പരിഹരിക്കപ്പെടണം. ആ പാപപരിഹാരിയായിട്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ലോകം മുഴുവൻ വ്യാപിക്കേണ്ടത്. ഇന്ന് നമ്മൾ കാണുന്നു സുവിശേഷത്തിനെതിരാണെല്ലായിടും. കള്ളസുവിശേഷന്മാരുണ്ട്, സത്യമാണ്. പക്ഷെ എവിടെയും ആ സുവിശേഷത്തിന് വിരോധമാണ്. ആ സുവിശേഷത്തിൻ്റെ വിരോധമാണ് ഇന്ത്യയിൽ മാത്രമല്ല, ക്രിസ്തീയ നാടായ യൂറോപ്പിലും അതിൻ്റെ കേന്ദ്ര ദേശമായ ഫ്രാൻസിൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവർ യേശുക്രിസ്തുവിന് എതിരായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എതിർ ക്രിസ്തു യേശുക്രിസ്തുവിനെതിരാണല്ലോ. അപ്പോൾ അവൻ്റെ പ്രവൃത്തികളെല്ലാം. അതുകൊണ്ടാണ് 12 പെണ്ണുങ്ങളെ, സ്ത്രീകളെ, ഇന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നൊരു കാലമാണ്. അത് തെറ്റാണ്. കാരണം സ്ത്രീ തന്നെയാണ്. പുരുഷനോട് ചേർന്ന് നിൽക്കുന്നതല്ലാതെ സ്ത്രീക്ക് പുരുഷൻ്റെ മേലെ പോകാനോ അത് കർത്തൃത്വം ചെയ്യാനോ. ഇന്ന് പുരുഷന്മാരെ പറ്റി പറഞ്ഞാലും വളരെ തമാശയാണ്. സ്ത്രീകളുടെ വാല്യ പോലും ഇല്ലാത്ത പുരുഷന്മാരുണ്ട്. ഇന്നത്തെ പുതുതലമുറയെ തന്നെ നമ്മൾ കണ്ടാൽ ഈ പെൺകുട്ടികളെല്ലാം നല്ല സ്മാർട്ടാണ്. ഈ പയ്യന്മാരെ നോക്കി അവന്മാരിങ്ങനെ കുനിഞ്ഞു കുത്തിയിരിക്കും. കുറേ എണ്ണം ചോദിച്ചാൽ മിണ്ടത്തില്ല, വർത്തമാനം പറയാൻ അറിയത്തില്ല. എല്ലാം ഈ യൂട്യൂബിൽ ഇതെല്ലാം കുത്തി മനുഷ്യനോട് നേരെ സംസാരിക്കാൻ പോലും അറിയത്തില്ല. എല്ലാവരും അല്ല, ഒരു കൂട്ടർ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ അവരെക്കാൾ സ്മാർട്ടാണ് പെണ്ണുങ്ങളാണ്. ഇല്ലയോ? അവരാണിപ്പോൾ ആളുകളെ പണ്ട് റെസ്പെക്റ്റ് എടാ പോടാന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല. കാരണം അവർ വളർന്നു വരുന്നു. ആൺകുട്ടികൾ താഴേക്ക് പോകുന്നു. യവന്മാർ കുറേ എണ്ണം മയക്കുമരുന്ന് പിടിച്ച് ഇങ്ങനെ വട്ടന്മാരായിട്ട് നടക്കുന്നു. അത് വേറെ പക്ഷം. പെണ്ണുങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് എന്താ അടിച്ചാൽ എന്താ, ഞങ്ങൾ തുല്യതയാണ്. ഇതിലാണ് തുല്യത. ഏതാ? മയക്കുമരുന്നും കഞ്ചാവ് അടിക്കുന്നതിലാണ് തുല്യത. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് എന്താ കുഴപ്പമുണ്ടായിരുന്നു? ഇന്ദിരാഗാന്ധി ആരായിരുന്നു? ഈ ഫെമിനിസ്റ്റ് ശക്തികൾ വർദ്ധിക്കുന്നതിന് മുമ്പ് ജീവിച്ചതല്ലേ ഇന്ദിരാഗാന്ധി? ഇന്ത്യയുടെ ഇതുപോലെ ഉരുക്ക് വനിത പുരുഷന്മാരെക്കാൾ ധീരമായൊരു വനിതയായി. അപ്പോൾ ഏത് കാലത്തും ഉയർന്നു വരേണ്ടവർക്ക് വരാം. പക്ഷേ ഈ തുല്യത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മേളിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് എവിടെ പോയി അവസാനിക്കുന്നത് നമ്മൾ കാണുകയില്ലേ? അതാണ് ഈ സ്ത്രീ മേധാവിത്വം എന്ന് പറയുന്നത്. അത് ദൈവം അനുവദിക്കുന്നതല്ല. പുരുഷ മേധാവിത്വം ദൈവത്തിനില്ല. കാരണം ഇത് രണ്ടും ഈക്വലൈസ് ചെയ്തത് യേശുവാണ്. ലോകത്തിൽ സ്ത്രീകളെ അടിമപ്പെടുത്തുകയും അതായത് വസ്തുവാണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ലോകത്തിൽ, ഇന്ത്യയിൽ ലോകത്തിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്ത ക്രിസ്തുവാണ്. നമുക്കറിയാം അവർ ക്രിസ്തുവിൽ ഒന്നത്ര, ഇനി രണ്ടല്ല. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദാമിനെ ഹവ്വായെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ഇനി രണ്ടല്ല ഒന്നത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെയല്ല, നമ്മൾ ഇംഗ്ലീഷുകാരെ കണ്ടിട്ടില്ലേ? ഇംഗ്ലീഷുകാർ തങ്ങളുടെ ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ എത്ര ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ പഴശ്ശി രാജാവ് ഒരിക്കൽ എഴുതിയൊരു പുസ്തകം, തന്നെപ്പറ്റി എഴുതിയൊരു പുസ്തകത്തെ ഞാൻ വായിച്ചിരുന്നു. ഇന്ത്യയിലെ യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ സ്ത്രീകളോട് വളരെ മര്യാദയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിലകം, അന്നത്തെ കാലത്തിൽ കോവിലകത്ത് ഇംഗ്ലീഷുകാർ രാജ്യം ആക്രമിക്കുമ്പോൾ അവിടെയുള്ള തമ്പുരാട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വളരെ മാന്യതയോടെ അവർ ബഹുമാനിച്ച് അവരെ ദ്രോഹിച്ചില്ലെന്നാണ്. എന്നാൽ മറ്റു ചില മതസംഘടനകൾ, മറ്റു ചില രാജാക്കന്മാർ, ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വന്നവർ, അവർ ആ കാലങ്ങളിൽ ഈ മലബാറിലും മറ്റു പല സ്ഥലങ്ങളിലും ആക്രമിച്ചപ്പോൾ ആ സ്ത്രീകളോട് കാണിച്ചതായ ക്രൂരത മറക്കാനൊക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പഴശ്ശി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? ബ്രിട്ടീഷുകാർ സ്ത്രീകളോട് ഇവിടുന്ന് കിട്ടിയവർക്ക് ആ വെളിപ്പാട്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 28-ാം വാക്യത്തിൽ 27-ൽ വായിക്കുമ്പോൾ അവിടെ ആണെന്നില്ല പെണ്ണെന്നില്ല. വായിച്ച വാക്യം ഗലാത്യർ 3:27-28. അവിടെ ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നോക്കണം, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പിന്നെ അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്ര. ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതായ യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ സ്വന്തം ഭാര്യയെ മാഡം എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അവർ ഒരേ തുല്യ കസേരയിരിക്കും. ഇപ്പം നമ്മുടെ ക്രിസ്ത്യ കുടുംബങ്ങൾ തന്നെ നമ്മൾ കാണുന്നില്ലേ? സ്റ്റാൻഡേർഡുള്ള ക്രിസ്ത്യ കുടുംബങ്ങളിൽ അവരെല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പാരമ്പര്യ കുടുംബങ്ങൾ എന്ന് പറയുന്നത് പലയിടത്തും എന്ത് ചെയ്യുന്നു? അവർ കഥകിന് പുറകെ നിൽക്കണം. കഥകിന് പുറകെ നിൽക്കണം. അത് ക്രിസ്ത്യ കുടുംബത്തിൽ പോലും.
അതാണ് ആ പാരമ്പര്യ ശക്തി. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്ത ക്രിസ്തുവാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ദൈവത്തിൽ ഒരു അവകാശമാണെന്നും അവർ രണ്ടല്ലെന്നും സ്ഥാപിച്ച ക്രിസ്തു മാത്രം. പിന്നീടാണ് ആ നവീകരണമൊക്കെ ലോകത്തിലുണ്ടായത്. ഇപ്പോൾ ചുമ്മാ വാദം അടിച്ചിട്ടില്ലാത്ത ഓവർ സ്ഥാനങ്ങൾ കൊടുത്ത് ലോകത്തെ കീഴ്മേൽ മറിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാൻ വോട്ട് കിട്ടണം. ജനാധിപത്യത്തിൽ ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം കൂടിക്കിടിയുണ്ട്. അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപിക്കുന്നുകൊണ്ടും ഇങ്ങനെ സ്ത്രീ ശക്തി പെരുകുന്നൊരു കാലമാണ്. പക്ഷേ പുരുഷന്മാരെന്ന് പറയുന്നവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഈ വ്യക്തിത്വത്തെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം പാപത്തിൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത്യന്ത ശക്തി തന്നിൽ വ്യാപിക്കുന്നു. അതിനാണ് സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്ന സ്ത്രീയും പുരുഷനും തുല്യത തന്നെയാണ്. സ്നേഹിക്കാനും സഹകരിക്കാനും ത്യാഗം ചെയ്യാനും അവർക്ക് ഈക്വൽ മെൻറ്റാലിറ്റി നഷ്ടപ്പെടുന്നില്ല. അതില്ലാത്തടത്താണ്. അപ്പോൾ ഇതിനിപ്പോൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ നേരെ എഗെയിൻസ്റ്റാണ്. ആൻറ്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തപ്പോൾ എന്ത് ചെയ്തു? യേശുവിൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഈ സ്ത്രീയെ നമുക്കിവിടെ കാണാം. വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ സ്ത്രീയുടെ പുറത്ത് ഒരു മൃഗം ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഈ നമ്മൾ കാണുന്ന ഇവിടുത്തെ പെണ്ണുങ്ങളല്ല കേട്ടോ, ഞാൻ ഈ പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചല്ല. പിന്നെതാ ആ സ്ത്രീ എന്ന് പറയുന്നൊരു ആത്മാവാണ്. വായിച്ച വെളിപ്പാട് ദിവസം 12:17 അവസാനം വായിക്കാം. മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവസ്ത്രവും കടും ചുവപ്പും. മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. പിന്നെ ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പും നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും. വേശ്യാവൃത്തിയുടെ മ്ലേച്ഛത, ഇതാണ് ഈ സ്ത്രീയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഇതേ ആത്മാവ് തന്നെയാണ് സക്കറിയ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 2 സ്ത്രീകളെ ഏഫയ്ക്കുള്ളയാക്കി സീനാർ ദേശത്ത് കൊണ്ട് വയ്ക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സക്കറിയ 5-ാം അധ്യായത്തിൻ്റെ 4 വായിച്ചേ. പിന്നെ ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരുഞ്ഞാറയുടെ ചിറക് പോലെ. അവളുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. ഈ ഒളിമ്പിക്സിൽ അവർ അവതരിപ്പിച്ചതായ ആ കുതിരയുടെ പുറത്ത് വരുന്നത് സ്ത്രീയോ പുരുഷനോ അറിയത്തില്ല. അതുപോലത്തെ ഒരു രൂപമായിരുന്നു. അപ്പോൾ അതിന് 2 കാറ്റാണ്. നോക്കണം, അല്ല 2 ചിറകുണ്ടായിരുന്നു. ആ ഒളിമ്പിക്സിൽ അവർ അവതരിപ്പിച്ചതായ ആ മൃഗത്തിൻ്റെ പുറത്ത് വരുന്ന ആ സ്വരൂപത്തിന് 2 ചിറകായിരുന്നു. നോക്കണം. അപ്പോൾ എത്ര ക്ലിയറായിട്ട് ഈ കാര്യങ്ങൾ നിവർത്തി. എന്നാ സക്കറിയാവ് എഴുതിയത് BC 500 കാലയളവാണ്. അപ്പോൾ അന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വായിക്കാൻ വേണ്ടും. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനു അവൻ, ഷീനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു. ഷീനാർ ദേശം എന്ന് പറയുന്നത് ഇറാഖിനോട് ചേർന്നൊരു സ്ഥലമാണ്. ഇറാഖിന് എൻ്റെ പ്രവിശ്യയാണ് ഷീനാർ എന്ന് പറയുന്നത്. മെസൊപ്പൊത്താമിയ ആദിമ സംസ്കാരം ഉണ്ടായ സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് വേൾഡ് മാർക്കറ്റിംഗ് സെൻറ്ററിൻ്റെ ഇത് ലോകവ്യാപകമായ മാർക്കറ്റ് സെൻറ്ററൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സിറ്റി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലും ഇവിടെയും ലോകം മുഴുവൻ അങ്ങനെയുള്ളതായ സ്മാർട്ട് സിറ്റികൾ. അതുപോലെ തന്നെ ഈ മാളുകൾ. ഇപ്പം കുമളിയിലൊരു മാൾ വന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം വർദ്ധിച്ചു വരുന്നതിന് കാരണം വ്യാപാര സംഘടനകൾ ശക്തിപ്പെടുന്നൊരു കാലമാണ്. ഇപ്പം വ്യാപാരം, വേശ്യാവൃത്തി ഒരു വ്യാപാരമല്ലേ? ആ വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ വ്യാപാരത്തെ കാണിക്കുകയാണ്. അല്ല അത് ആക്ഷരികമായ പ്രോസ്റ്റിറ്റ്യൂട്ടല്ല, അതൊരു വ്യാപാരം. അതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ, ഇതുകൊണ്ടാണ് ആ സ്ത്രീ അവതരിപ്പിച്ചത്. മനസ്സിലായോ? ക്രിസ്തുവിനെ അവഹേളിക്കുക എന്നുള്ളതല്ല അവരുടെ പ്രധാന ലക്ഷ്യം. അത് രണ്ടാമത്തത്. ഇപ്പോൾ അവരുടെ നേതാവായ ഇത് സ്ത്രീയായിട്ട് വെളിപ്പെടുകയാണ് ചെയ്യുന്നു. 2 മൃഗത്തെ പറ്റി നമ്മൾ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ കാണുന്നു. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നുണ്ടോ? വായിച്ചേ വെളിപ്പാട് ദിവസം 13-ന്റെ 1-ാം വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പോലിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം. തലയിൽ ദൂഷണനാമമുള്ളതായ ഒരു മൃഗം ഭൂമിയിൽ നിന്ന്, അല്ല സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പൊ സമുദ്രം ഏതാ? ലോകമാഗംഭീര. ഈ ലോക സമുദ്രത്തിൽ നിന്ന് കയറി വരാൻ പോകുന്ന ഒരു മൃഗം, അതിന്മേലൊരു സ്ത്രീ. ആ സ്ത്രീ എന്ന് പറയുന്നത് വീണുപോയ ആത്മാവാണ്, വീഴ്ചയുടെ ആത്മാവ്. ആ വീഴ്ചയുടെ ആത്മാവ് എന്ന് പറയുന്നതാണ് സാത്താൻ എന്ന് പറയുന്നത്. സാത്താൻ വീണുപോയവനാണ്. ലൂസിഫർ എന്തെല്ലാം ശക്തി കാണിച്ചാൽ അവൻ വീണുപോയവനാണ്.
ആ വീട് പോയവൻ്റെ ആത്മാവിരിക്കുന്ന മൃഗം എന്ന് പറയുന്നതാണ് ഇനി വരാൻ പോകുന്ന ഭരണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്തിൽ ഇവരൊരു സ്ത്രീ അവതരിപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തിൽ 12 സ്ത്രീകളെ തിരഞ്ഞെടുത്തത് ഇവരുടെ സാമ്രാജ്യത്തിൻ്റെ സ്വരൂപത്തെയാണ് വെളിപ്പെടുത്തിയത്. അവിടെ തറയിൽ പിതാവും ഈ കാര്യം മനസ്സിലാക്കണം. ഇതാരെങ്കിലും കേൾക്കുന്നെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ തറയിൽ പിതാവിനും ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് നമ്പർ ഒന്ന് ഞാൻ നേരിട്ട് അയച്ചു കൊടുത്തോളാം. നല്ലൊരു മനുഷ്യനാണ്. ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ ഇനി വരാൻ പോകുന്ന സാമ്രാജ്യത്തിൽ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞ് എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ശക്തിയാണ്, വീഴ്ചയുടെയാണ്, തകർച്ചയുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് അത് ദൈവം അനുവദിച്ചാണല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ശരി, അവർ കെട്ടിയതായ ഫ്ലാഗ്, ഒളിമ്പിക്സിൻ്റെ ഫ്ലാഗ് പോലും തലതിരിച്ചാണ്. തലതിരിഞ്ഞ ജീവിതം ഇന്നത്തെ തലമുറയും തലതിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നൊരു ജീവിതമാണ്. കാരണം ഈ ശക്തി അവരിൽ വ്യാപരിക്കുന്നു. അതാണ് ആൻറ്റി ക്രൈസ്റ്റ്, ആൻറ്റി സ്പിരിറ്റ് എന്ന് പറയുന്ന ശക്തികൾ. അപ്പോൾ അതിൻ്റെ ശക്തി വ്യാപരിച്ചു വരുന്ന സമയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവമക്കളായ നമ്മൾ സത്യം മനസ്സിലാക്കി നമുക്ക് ഭയമേ ഇല്ല. എന്താ കാരണം? ഇതൊക്കെ സംഭവിക്കുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു മൃഗം അത് രാഷ്ട്രത്തലവനായിട്ട് വരികയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 13-ന്റെ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു മൃഗം വായിച്ചേ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ, ഇവിടെ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ട് അല്ലേ? വായിച്ചേ. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ മൃഗത്തെ സമുദ്രത്തിൽ രാഷ്ട്രീയ നേതാവായിട്ട് വരികയാണ്. ആ 4 കഴിഞ്ഞ കാലത്തുണ്ടായ 4 മൃഗങ്ങളുടെ സിംബോളിക്കലായിട്ട് കാണുകയാണ്. ഈ 4 മൃഗം ഏതാ? ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 7-ന്റെ 17 വായിച്ചേ. ദാനിയേൽ 7-ന്റെ 1-ഉം 7-ന്റെ 17 വായിച്ചേ. പെട്ടെന്ന് വായിക്കും. ബാബേൽ രാജാവായ ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവൻ കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രി 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നു. ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു. അപ്പൊ ഈ കാറ്റെന്ന് പറയുന്നൊരു സ്പിരിറ്റാണ്. അതാണ് ഈ സ്ത്രീകളുടെ സക്കറിയയിൽ പറയുന്ന സ്ത്രീകളുടെ 2 ചിറകെന്ന് പറയുന്നത് കാറ്റിനെ കാണിക്കുകയാണ്. അതാണ് ഇവർ ഒളിമ്പിക്സിൽ അവതരിപ്പിച്ചതായ ആ മൃഗത്തിൻ്റെ പുറത്തിരിക്കുന്ന രൂപത്തിന്മേൽ 2 ചിറകുകളെ കാണിക്കുന്ന ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക, ഭൂമി മുഴുവൻ വീശുകയാണ്. അതുകൊണ്ട് ഫ്രാൻസുകാർ ക്രിസ്ത്യാനികളായതുകൊണ്ടോ ക്രിസ്ത്യ രാജ്യമായതുകൊണ്ടൊന്നുമല്ല, മുഴുവൻ ലോകം അവൻ്റെ കീഴിലേക്ക് പോവുകയാണ്. ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. ദൈവം കൂടെ അതിനെ അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഫ്രാൻസ് മാത്രമല്ല, നാളെ ഇറ്റലിയിലും വത്തിക്കാനിലും റോമിലുമെല്ലാം ഈ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ ഫ്രാൻസിലെ കാര്യം വന്നപ്പോഴേ തറയിൽ പിതാവിന് പ്രയാസമായി. ശരിയാണ്. നാളെ ഇറ്റലിയിൽ, വത്തിക്കാനിൽ, റോമിൽ ഈ ശക്തി വ്യാപിക്കാൻ പോവുകയാണ്. പെന്തിക്കോസ് സഭകളിൽ, പെന്തിക്കോസുകാരാണല്ലോ ഏറ്റവും നവീകരണകർത്താവ്. പെന്തിക്കോസ് പാസ്റ്റർമാരിൽ, പെന്തിക്കോസ് വിശ്വാസികളിൽ ചിലരിലൊക്കെ ഈ ശക്തി ഇപ്പോഴേ വ്യാപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ കത്തോലിക്കരെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് എൻ്റെ വിഷയം. ഇത് മുഴുവൻ ശക്തിയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു മൃഗത്തെ നമ്മൾ കാണുന്നു എവിടെ? വെളിപ്പാട് പുസ്തകം 13-ന്റെ 1. 11-ാം അധ്യായത്തിൽ റിലീജിയൻ നേതാവാണ്. മറ്റ് പൊളിറ്റിക്കൽ നേതാവ്, ഇത് റിലീജിയൻ. പൊളിറ്റിക്സും റിലീജിയൻ ഒന്നായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ എന്തോരു പവറായിരിക്കും. ഇന്ന് വ്യത്യസ്തമായി പോരാടുന്നത് പൊളിറ്റിക്സും റിലീജിയനും തമ്മിലാണ്. ഇപ്പോൾ മുസ്ലിം, ഇസ്ലാം പൊളിറ്റിക്സ് ഉണ്ട്, ഇസ്ലാം മതമുണ്ട്. ഇസ്ലാം പൊളിറ്റിക്സും ഇസ്ലാം മതവും ചിലപ്പോൾ ഒരുപക്ഷെ വേരിയേഷൻ കാണും. ക്രിസ്ത്യാനിറ്റിയിൽ പൊളിറ്റിക്സ് ഉണ്ട്, റിലീജിയനുണ്ട്. ഇതെല്ലാം ഒന്നിക്കാൻ പോവുകയാണ്. ഇവൻ പെന്തിക്കോസ്തരുടെ പോലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നഷ്ടപ്പെട്ട വിശ്വാസികളും വേലക്കാരിലും ഇപ്പോൾ പെന്തിക്കോസ്റ്റൽ പൊളിറ്റിക്സ് കയറിയിരിക്കുകയാണ്. ആൻഡ് റിലീജിയൻ നമ്മുടെ മാർഗമാണ്, മാർഗം മതമായി മാറുന്നു. നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുന്നത് കാരണം തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നോക്കണം. അപ്പോൾ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുമ്പോഴാണ് ഇവന് പ്രവേശനം ലഭിക്കുന്നത്. ഏത് വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കരുതെന്ന ഈ ദുഷ്ടശക്തി ഈ നേതാക്കന്മാരെ കൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ വെളിപ്പെടാറായി. ഇതൊക്കെ ലോകത്ത് വെളിപ്പെടാറായതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഏത് ഗവൺമെൻറ് വന്നാൽ, നിങ്ങൾ വിചാരിക്കും നാളെ രാഹുൽ ഗാന്ധി വന്നാൽ അല്ലെങ്കിൽ VT സതീശനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കിയാൽ കേട്ടോ, ഇങ്ങനെയൊക്കെ ചില ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ആർക്കും പിടിവിക്കാൻ കഴിയില്ല. കാരണം ഇനി വരാൻ പോകുന്ന ഏകലോക ഗവൺമെൻറ്റാണ്.
അതുകൊണ്ട് കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസം വന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസം ഒന്നും ഇല്ലല്ലോ, ഇപ്പോൾ പിണറായിയുടെ കമ്മ്യൂണിസമാണ്. അത് പിണറായിസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏകലോ ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ടാണ് നോക്കണം, നേരെ ശത്രുക്കളായിരിക്കും ദൈവമില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസവും ദൈവവിശ്വാസികളായി BJP ഭരിക്കുന്ന കേന്ദ്രവും തമ്മിൽ ആന്തരികമായ ഒരു അലയൻസിൽ കൂടെ പോവുകയാണ്. കാരണം രണ്ടിൻ്റെയും പിന്നെ പ്രവർത്തി ശക്തി ഒന്നും തന്നെയാണ്. പുറമേ എല്ലാം പറഞ്ഞെങ്കിലും അന്തർധാരയിൽ ഈ ശക്തികളൊന്നാണ്. അഭിപ്രായങ്ങൾ പറയുന്നത് വ്യക്തിത്വമാണ്. ഇപ്പോൾ പിണറായി പറയുന്ന വ്യക്തിത്വം ആണ് പറയുന്നത്, വ്യക്തിപരമായ അഭിപ്രായം. അമിത്ഷാ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ രണ്ടിനെ കൂടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഇത് ആന്തരികമായ ഒരു ചാനലുണ്ട്. അതാണ് ഈ പറഞ്ഞ ലോകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വിട്ടുവരിയാൻ ഒക്കത്തില്ല. പണ്ട് നമ്മളെ കാലത്തില്ല, തമ്മിൽ അടിച്ചടിച്ച് പിള്ളേർ വഴക്കുടിച്ച് അടിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് കടന്നു തുടങ്ങുന്ന കാണാം, ഇല്ലയോ? എന്ന് പറഞ്ഞ പോലെ ഈ അടിയെല്ലാം നടത്തിയാൽ ഒരു കാര്യം ഓർത്തോളം, നിങ്ങൾ വിചാരിക്കുന്ന പെന്തിക്കോസുകാർക്ക് പൊളിറ്റിക്സേ പാടില്ല. നിങ്ങൾ നാളെ കോൺഗ്രസ് വന്നാൽ കേരളം നന്നാവുന്നതാണ്. ഒരു പാർട്ടിക്കാരെ കൊണ്ട് ഇനി നന്നാക്കാൻ ഒക്കത്തില്ല. കാരണം എല്ലാ ശക്തികളും എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടായി, ഒന്ന് പൊളിറ്റിക്സ് ലീഡർ, രണ്ട് റിലീജിയൻസ് ലീഡർ. ഈ റിലീജിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ക്രിസ്ത്യ മതം ഒഴിവാകും. ക്രിസ്ത്യ മതമാണ് അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്. ക്രിസ്ത്യ മതവും ഇസ്ലാം മതവും മറ്റെല്ലാ മതങ്ങളും ചേർന്ന് ഒരൊറ്റ ലീഡറിൻ്റെ കീഴിൽ വരും. അത് നമ്മൾ കണ്ടല്ലോ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ മാതാമൃതാനന്ദമയും സകല നേതാക്കന്മാരും മത നേതാക്കന്മാരും കൂടി അവിടെ പോയി ഒപ്പിട്ടു. കാരണം അവർ നല്ല ഉദ്ദേശത്തിലായി പറയുന്നത്. അവരും തെറ്റായിട്ടൊന്നുമല്ല, എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാകുമല്ലോ. അങ്ങനെ ഒരു സമാധാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതാണ് ഇവർ ഓടുന്നത്. പക്ഷേ ഈ നേതാക്കന്മാർ പോലും പലരും അറിയുന്നില്ല. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവം. അപ്പം ഈ നേതാക്കന്മാരെ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിക്ക് അവർ അടിമപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ബന്ധുക്കോസുകാർ തന്നെ നോക്കിയേ, നമ്മൾ എന്തുമാത്രം ഉപദേശം പറയുന്നു, സത്യം പറയുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, ആത്മം നിറയുന്നു, പെട്ടെന്നല്ലേ നമ്മൾ ചില സ്വഭാവത്തിന് അടിമപ്പെട്ടു പോകുന്നത്. കോപ സ്വഭാവം, ജനീയ സ്വഭാവം, പ്രാകൃത സ്വഭാവം, പിന്നെ പോയി അനുദമിക്കും. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. കത്തോലിക്കരെ കുമ്പസാരിക്കും, നമ്മൾ ദൈവത്തോട് പറയും. അപ്പോൾ നമുക്ക് പോലും ചില സമയത്തിൽ ചില ശക്തികൾ നമ്മളെ വാഴാൻ അറിയാതെ അറിഞ്ഞും വരികയും ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ ശക്തികൾ ലോകം ഭരിക്കും. അത് ദൈവം കൂടെ അനുവദിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മൃഗം റിലീജിയസ്, പൊളിറ്റിക്സ്, റിലീജിയൻസ്. ഇനി ഇവൻ്റെ മേൽ മൂന്നാമതൊരു ശക്തി വാഴുന്നുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ശത്രു പിശാച് ഭൂമിയിലേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ശക്തിയും അധികാരവും ആ മൃഗത്തിന് കൊടുത്തെന്നാണ് പറയുന്നത്, അല്ലേ? 12-ന്റെ പിശാച് തൻ്റെ ശക്തിയും അധികാരവും മൃഗത്തിന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ 3 പേരും ഒന്നായി. ത്രിമൂർത്തികൾ, തൃത്വ ദൈവം പോലെ അവരും തൃത്വമായി. 3 ശക്തികൾ കൂടെ അവരൊന്നായി തീർന്നു. എന്നാൽ അവരുടെ സ്പിരിറ്റ് ഏതാ നമ്മൾ ചിന്തിക്കണം. ഈ പറഞ്ഞ 3 ശക്തികളുടെ സ്പിരിറ്റ് ഏതാ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ വായിച്ചേ, 13-ാം വാക്യത്ത് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 16-ന്റെ 13. മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. നോക്കണം. അപ്പോൾ ഈ 3 നേതാക്കന്മാരും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നല്ല വിശുദ്ധന്മാരായിട്ട് കാണിക്കും, നല്ല ഭക്തന്മാരായിട്ട് കാണിക്കും, എല്ലാം കറക്റ്റാണ്. പക്ഷെ അവരുടെ അകത്ത് പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് വേറെയാണ്. കർത്താവ് പറഞ്ഞില്ലേ, വെള്ളയടിച്ച അന്നത്തെ ആത്മീയ നേതാക്കന്മാർ ചിലരെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇന്നും ഉണ്ടല്ലോ അങ്ങനെയുള്ള. പെന്തിക്കോസിൽ പോലും ഈ കള്ളനാണയങ്ങളില്ലേ, കപടഭക്തിക്കാരില്ലേ, വെള്ള ധരിച്ചവർ പോലും ഇല്ലേ വേറൊരു ആത്മാവിൻ്റെ അധീനതയിൽ. ആർക്കിട്ട് പാറ വെക്കണം, ആർക്കിട്ട് തുറക്കം വെക്കണം, ആരുടെ നല്ല പ്രവൃത്തികൾ നമ്മളുടെ തന്നെ കാണുന്നില്ലേ? ആരെങ്കിലും നല്ല പ്രവൃത്തിക്ക് ഇറങ്ങിയാൽ അവനെ എങ്ങനെ തുറക്കം വെച്ച് ഇല്ലാതാക്കും. ഇത് നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വേറെ വല്ലയിടത്തും പറയണോ? നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ കൂടെയുള്ളവർ തന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ആർക്കെങ്കിലും നന്മയുണ്ടാകട്ടെ, ആർക്കെങ്കിലും പ്രയോജനമാകട്ടെ എന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ താല്പര്യപ്രകാരം ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അങ്ങോട്ട് പോയാൽ നമ്മുടെ ഇടയിലുള്ളവർ പോലും അതിനെ തകിടം മറിക്കാനും അതിനെ താറുമാറാക്കാനും അവർ അക്ഷീണ പരിശ്രമം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് ചിലയിടത്തൊക്കെ. ഇനി അത് വിജയിക്കാമെന്ന് എന്ത് ചെയ്യും? വിജയിക്കാതെ വന്നാൽ ഇരമ്യാവിൽ കാണുന്ന പോലെ അവനെ നാവ് കൊണ്ട് കൊല്ലണം. ഇരമ്യാവിനെ അങ്ങനെ ഇരമ്യ 17-ാം അധ്യായത്തിന് കണ്ടൊരു വാക്യമുണ്ട്. അവർ അവനെ നാവ് കൊണ്ട് കൊല്ലുക. ഇത് ഞാൻ കുറേ അനുഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഈ പെന്തിക്കോസ് മിഷനിൽ തന്നെ ഇതിനിടയിൽ നിന്ന് തന്നെ ചില നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ
ഇവിടെയുള്ള ചിലരിൽ കൂടെ സംഭവിച്ച കാര്യങ്ങൾ ഞാനീ പറയുന്നത്. നമ്മൾ അനുഭവിച്ച കാര്യം പറയാതിരിക്കാൻ നോക്കൂ. ഏതാ അടുത്ത തലമുറയെങ്കിലും മനസ്സിലാക്കി അവരും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ഞാൻ പറയാമല്ലോ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ആരോട് പിണക്കമുണ്ടായിട്ടല്ല, നമ്മുടെ അനിയന്മാർ പുറകെ വരുന്നില്ലേ, പിൻഗാമികൾ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പോയെന്ന് അറിയുമ്പോൾ അവർക്കൊരു ധൈര്യം വരും. ഞങ്ങളുടെ മുൻഗാമികൾ ഇങ്ങനെ പോയത്, അപ്പോൾ ഈ മാർഗത്തിൽ ഇതൊക്കെ ഉണ്ട്. ഈ കാണുന്ന വെള്ളവസ്ത്രം മാത്രമല്ല, വെള്ളവസ്ത്രത്തിൽ പിന്നീട് സാത്താൻ കയറുന്ന പലരും ഉണ്ട്. അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവ്, ഞാൻ മാത്രം വാഴണം, എൻ്റെ അധികാരപരിധി പോകണം, ഞാൻ പറയുന്നത് കേട്ടോണം, എന്നെ എല്ലാവരും തൊഴുതോണം. ഈ ആത്മാവ് നാളെ എനിക്കും വരാം, നിങ്ങൾക്കും വരാം. അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉപദേശി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. സെൻട്രലിലുള്ളതായ ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞതാണ്. ഏത് സെൻറ്ററാണെന്ന് ചോദിക്കല്ലേ, രഹസ്യമായിട്ട് വേണേൽ ചെവി പറഞ്ഞു തരാം കേട്ടോ. ഒരു ഉപദേശി ഒരു പാസ്റ്ററെക്കുറിച്ച് പറഞ്ഞതാണ്. എന്താ, എൻ്റെ അച്ചായ ആത്മീയരായ മനുഷ്യരെ ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. ഏതാ സെൻട്രലിലുള്ളതായ ഒരു സെൻറ്ററിൻ്റെ, ഏത് സെൻറ്ററാണെന്ന് ഇപ്പം ചിന്തിച്ച് പോയിക്കാൻ പോകണ്ട, ഒരു സെൻട്രലിൽ ഒരു സെൻട്രൽ പാസ്റ്ററെ കുറിച്ച് ഒരു ഉപദേശി പറഞ്ഞ അച്ചായ ആത്മീയരൊന്നും പുള്ളിക്ക് ഇഷ്ടമേ അല്ല. വെറും ജഡികരും പാകൃതരും കള്ളം പറയുന്നവരും ഈ സോപ്പിടുന്നവരും ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരെയാണ് പുള്ളി കൂടെ നിർത്തിയിരിക്കുന്നത്. മറ്റവർക്കിട്ട് എന്ത് ദ്രോഹം ചെയ്യാവോ. ഞാൻ കേട്ടതാ കേട്ടോ, സംഗതി ശരിയാ കേട്ടോ. അപ്പോൾ എന്തൊരു ആത്മാവാ വന്നത്, നല്ല ഉദ്ദേശത്തോടെ വന്നെങ്കിൽ ഒരു സെൻട്രൽ പാസ്റ്ററെ കുറിച്ച് ഒരു ഉപദേശി പറഞ്ഞ കാര്യമായി പറയുന്നത്. ഇനി വേറൊരു ഭാഷയെക്കുറിച്ച് വേറൊരു ഉപദേശി പറഞ്ഞെന്താണ്, അയാളെ പെണ്ണുങ്ങളുടെ വാക്കേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ സൗകര്യമാരെ അല്ല, നമ്മുടെ സഹോദരിമാരുടെ കാര്യമല്ലേ പറയുന്നത്. സഹോദരിമാരൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, നമ്മുടെ സഹോദരിമാരെല്ലാം നീറ്റാണ്. പക്ഷേ ഇതിനകത്ത് ഇവിടെ പെണ്ണുങ്ങളുണ്ട്, ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ. അത് സൂര്യ. അപ്പം ഒരു ഉപദേശി ഒരു അച്ചായനെക്കുറിച്ച് പറഞ്ഞു എന്താ, അദ്ദേഹം പെണ്ണുങ്ങളുടെ വാക്കുകൾ കേൾക്കത്തുള്ളൂ. മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ ഒരു ആത്മാവാണ്, അവരെ ചതിക്കുന്ന, ആ ദൈവദാസനെ ചതിച്ചതാ. അതുകൊണ്ടാണ് നമ്മൾ ആ ദൈവദാസനോട് പിണക്കമില്ലാത്തത്. കാരണം പുള്ളിയുടെ ഭാവി പുള്ളി തന്നെ നഷ്ടപ്പെടുത്തുക, പുള്ളി അറിയുന്നില്ല. അപ്പോൾ ഇതാണ് വഞ്ചിക്കുന്ന ആത്മാവ്, ചതിക്കുന്ന ആത്മാവ്. അപ്പോൾ ഈ മൂന്ന് ശക്തിയും പ്രവേശിച്ചാൽ നമ്മളിൽ കയറുന്ന ആത്മാവ് ഏതാ, തവളയുടെ ആത്മാവ്. വായിച്ച് 16:13. മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെയും മഹാസർപ്പത്തിന്റെയും വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത്. അപ്പൊ വായിൽ നിന്ന് തവള വരികയാണ്. എന്തായി തവള എന്ന് പറയുന്നത്? പിന്നെ എന്തായി തവള കണ്ടിട്ടുണ്ടോ? തവളയ്ക്ക് രണ്ട് ഗുണമുണ്ട്. അവൻ വെള്ളത്തിൽ നിൽക്കും, കരയിലും. ഞാൻ ഈ സെൻറ്ററിൽ വന്നപ്പോൾ ഒരു ദിവസത്തെ സ്റ്റഡിയിൽ നമ്മുടെ വർഗീസ് പാസ്റ്റർ പറയുന്നത് കേട്ടു. പൊതുവെ പറഞ്ഞ ആരെക്കുറിച്ചാണെന്ന് അറിയത്തില്ല, അത് കള്ളിനും ചെത്തും ചക്കരയ്ക്കും ചെത്തും എന്ന് പറഞ്ഞു. ആ ചെത്തുകാരൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പുള്ളി ഇത് തന്നെ, രണ്ട് കള്ളിനും ചെത്തുന്ന പാർട്ടിയാ, ചക്കരയ്ക്കും ചെത്തുകയെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ വന്ന സമയത്ത് ഞാൻ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, സൂക്ഷിച്ചോണം, കള്ളിനും ചെത്തുന്ന പാർട്ടിയാ, ചക്കരയ്ക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, ഇവിടെ അല്പം അവിടെ അല്പം, ഡബിൾ ഗെയിം. നമ്മൾ പറഞ്ഞ DGP പാസ്റ്റർ MG തോമസ് ഭാഷ പറഞ്ഞാൽ DGP, ഡബിൾ ഗെയിം പാസ്റ്റർ, അല്ലെങ്കിൽ ഡബിൾ ഗെയിം പ്ലെയർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ആത്മാവാണ് സൂക്ഷിക്കേണ്ടത്. കാരണം ഇവിടെ നിൽക്കും. ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ എന്നോട് അനുകൂലമായിട്ട് പറയും, വേറൊരാൾ ചെല്ലുമ്പോൾ വേറൊരാൾ അനുകൂലപ്പെട്ട് പറയും. അതിനൊരു ദൈവദാസൻ പറഞ്ഞ വ്യാഖ്യാനം ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യമാണ്. അതൊരു പാസ്റ്ററെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു പാസ്റ്ററും ഒരു ഉപദേശിയാണെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് പൂർണ്ണതയോടെ വേലയ്ക്ക് വേണ്ടി വന്നതാണ്. ഈ പാസ്റ്റർ അങ്ങനെ വന്ന പുള്ളിയാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ പാസ്റ്റർക്ക് അബദ്ധം പറ്റിപ്പോയി, വേറൊരു ആത്മാവ് കയറിപ്പോയി. കാരണം ദൈവത്തെ അനുസരിക്കുക, പരിശുദ്ധാത്മാവ് അനുസരിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ പ്രതാപം, അപ്പോൾ മറ്റേ ആത്മാവ് കയറി. അപ്പോൾ അന്ന് ഓടി പാസ്റ്റർ വേറൊരു ആത്മാവിന് അധീനനാണ്. അപ്പോൾ ഈ ഉപദേശി പരമാർത്ഥിയായിട്ട് തന്നോട് നിൽക്കുന്ന സമയത്തിൽ ഈ പാസ്റ്റർ അടുത്ത് രണ്ട് വിശ്വാസികൾ, ആദ്യം ഒരു വിശ്വാസി തൻ്റെ പ്രശ്നമായിട്ട് ചെന്നു. അയാൾ കള്ളത്തരം പറയുന്നറിയാം. ഈ കള്ളത്തരം പറഞ്ഞ് മറ്റേ വിശ്വാസിക്ക് ടാപ്പ് വെക്കാൻ ചെന്ന വിശ്വാസിയാണെന്ന് ശരിക്കും മനസ്സിലായിട്ടാണ്. പക്ഷേ ആരെയും പണക്കത്തില്ല, കാരണം തൻ്റെ കസേര ഉറപ്പിച്ച് പോകണം, ഇത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ കള്ളം പറഞ്ഞ് വരുന്ന മറ്റൊന്നിനെ ഒറ്റിക്കൊടുക്കാൻ വന്ന ഈ വിശ്വാസിയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ പുള്ളി മൊത്തം കേട്ടിട്ട് പറഞ്ഞു, തോളത്ത് തട്ടി സ്നേഹത്തോടെ, യു ആർ റൈറ്റ്,
നീ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കള്ളന് സന്തോഷമായി. കയ്യിൽ നിന്ന് കുറേ കാശെടുത്ത് അച്ചായന് കൊടുത്തു. അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടോ? ഉണ്ടോ? ശബൽ ബ്രദറെ, ഈ കള്ളന് സന്തോഷം, അച്ചായനും ആവശ്യമുള്ള കിട്ടുകയും ചെയ്തു. പ്രശ്നം അവിടെ തീർന്നെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീട് സഭയിലെ ദൈവദാസൻ ഈ വിശ്വാസിയോട് പറഞ്ഞു, മറ്റേ വിശ്വാസി പോയി പാസ്റ്റർക്കെൻ്റെ കാര്യം പറ, മറ്റവൻ പോയി കള്ളത്തിലൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസം പറഞ്ഞു, അത് വേണ്ട, ദൈവം എല്ലാം അറിയുന്നല്ലോ, ദൈവം നോക്കിക്കോളും, ദൈവത്തിൻ്റെ ദൈവം അറിയാതെ. എന്നാലും പാസ്റ്റർ നിർബന്ധം കൊണ്ട്, ഈ സഭാ ശുശ്രൂഷ നിർബന്ധം കൊണ്ട് ഈ വിശ്വാസി ഈ അച്ചായനെ കാണാൻ പോയി. അച്ചായൻ്റെ അടുത്ത് ചെന്നു. വിശ്വാസി നല്ല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അച്ചായൻ ഈ വിശ്വാസിയുടെ തോളത്തും തട്ടി. അതായത് കള്ളനല്ല, നല്ല വിശ്വാസിയുടെ തോളത്തും തട്ടിയിട്ട് പറഞ്ഞു, നേരത്തെ റൈറ്റേ പറഞ്ഞുള്ളൂ, നേരത്തെ റൈറ്റേ പറഞ്ഞുള്ളൂ. ഇപ്പം ഈ വിശ്വാസിയോട് പറഞ്ഞ് യു ആർ ക്വൈറ്റ് റൈറ്റ്. വല്ല തെറ്റുണ്ടോ? അവൻ റൈറ്റ്, ഇവൻ ക്വൈറ്റ് റൈറ്റ്, നീ തികച്ചും ശരിയാണെന്ന് പറഞ്ഞു. മറ്റേ ശരിയാണ്, ഇത് തികച്ചും ശരിയാണ്. അപ്പോൾ പിണങ്ങിയോ? അപ്പോൾ അവനും കയ്യിലുള്ള ചില്ലറ കൈ കൊടുത്തു. അവർക്കും സന്തോഷം, ഇവർക്കും സന്തോഷം. പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം കണ്ട് അന്താളിച്ച് ഇന്ന് ഉപദേശി, കൊച്ചു ഉപദേശി ഇതെല്ലാം കണ്ടപ്പം, ഈ അച്ചായൻ്റെ ഈ വിധി കണ്ടപ്പം കൊച്ചു ഉപദേശി ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ അവനെ അടുത്ത് വിളിച്ച് തോളത്തിട്ട് പറഞ്ഞ് യു ആർ അപ്രൈറ്റ് ക്വൈറ്റ് റൈറ്റ്, നീ തികച്ചും പൂർണ്ണമായിട്ടും ശരിയാണ്. അപ്പോൾ ആരെങ്കിലും പിണക്കിയോ? സെൽവിനെ, ഇങ്ങനെയുള്ള അച്ചായന്മാർ സഭ നടത്തിയാൽ അപ്പോഴേ വിചാരിച്ചോണം, നിങ്ങളുടെ ലോക്കലിലായിരുന്നാലും സെൻട്രലായാലും ഇത് തവളയുടെ ആത്മാവാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണ്. അതാണ് സൂക്ഷിക്കേണ്ടത്. ഒരാൾ കോപിച്ചുകൊണ്ട് സാരമില്ല, കോപിച്ച് വഴക്ക് പറയും. പക്ഷേ ഈ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ അവനും നശിക്കും, അവൻ മൂലം പലർക്കും ദോഷമായി തീരും. ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചോണം. ഇത് തിരിച്ചറിഞ്ഞോണം. അത് എന്നിൽ കയറിയാലും, സഹോദരിമാരിൽ കയറിയാലും, സെൻട്രൽ പാർട്ടിൽ കയറിയാലും, സെൻട്രൽ അമ്മച്ചി കയറിയാലും ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഒഴിഞ്ഞു പൊക്കോണം. ഇല്ലെങ്കിൽ യു ആർ റൈറ്റ്, ക്വൈറ്റ് റൈറ്റ്, അപ്പ് റൈറ്റ്. എന്താ സന്തോഷേ? യു ആർ റൈറ്റ്, ക്വൈറ്റ് റൈറ്റ്, അപ്പ് റൈറ്റ്. ഇതാണ് വഞ്ചനയുടെയും ചതിവിൻ്റെ ആത്മാവ്. ഇതാണ് ഈ പറഞ്ഞ 3 തവളയെ പോലെ. അവൻ വെള്ളത്തിലും കാണും, പിന്നെ കരയിലും കാണും. അതാണ് തവളയുടെ ആത്മാവ്. പിടികിട്ടത്തില്ല. പക്ഷേ ഇത് കുറേ കാലം ഇങ്ങനെ പോകും. ദൈവത്തിൻ്റെ സമയം വരെ ഇവരെ ആർക്കും തൊടാനൊക്കത്തില്ല. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ ദൈവദാസന്മാരെയോ ദൈവദാസിമാരെയോ ഒരു സമയം വരെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഗുണം എന്നാന്ന് ചോദിച്ചാൽ വേറെ ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ പല മതങ്ങളാണ്, പല രാഷ്ട്രീയ കക്ഷികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തന്നെ എല്ലാത്തിനും കൂടി ചേർന്ന് ഒരാളുടെ കീഴിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനൊരുത്തരം ഉരുക്ക് മനുഷ്യനാക്കിയെങ്കിലും ഒക്കത്തുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ കൂടെ സന്തോഷിച്ചു. കാരണം സമരമെല്ലാം തീർന്ന് കുറേ നല്ല കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും കേരളത്തിന് ഈ പറഞ്ഞ നവകേരളയായി തീരും തൻ്റെ മനസ്സിൽ പറഞ്ഞല്ലാതെ സംഭവിക്കും ഞാനും വിശ്വസിച്ചു. പക്ഷേ കാര്യങ്ങൾ അവിടെ പോയി നമുക്കറിയാമല്ലോ. കാരണം അങ്ങേരുടെ കുറ്റമല്ല, ഉദ്ദേശശുദ്ധി നല്ലതാണ്. പക്ഷേ കേരളം ഭരിക്കുന്ന പിണറായി അല്ല, പിന്നാരാ? ഈ ലോകത്തിൻ്റെ ശക്തി. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, പുതുപ്പള്ളി വാഴുന്നവനെ, അല്ലേ? പുതുപ്പള്ളി വാഴുന്നവനെ നിനക്ക് സ്തുതി എന്നും പറഞ്ഞ് അവിടെ കോഴിയും വീട്ട് കള്ളു പഠിക്കുക പരിപാടി. പള്ളിക്കാരിയാണ് ഈ പറയുന്നത്. അപ്പോൾ പുതുപ്പള്ളി വാഴുന്ന ഗീവറിയസ് സഹതായ എന്ന് പറഞ്ഞാൽ ഗീവറിയസ് പുണ്യാളത്തിനുമായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ നല്ല മിഷണറിയായിട്ട് മരിച്ചതാണ്. പക്ഷേ അവിടെ കൊണ്ട് വിഗ്രഹം വെച്ച് കഴിഞ്ഞപ്പോൾ, ഒരു പൂജ നടത്താൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവരാരുമല്ല, ഗീവറീസ് അല്ല. അവിടെ വ്യവസ്ഥയില്ലാത്ത ആരാധന എവിടെ നടക്കുന്നോ അവിടെ വീണുപോയ ശക്തി കയറും. അത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലാണെങ്കിലും ശരി, ഇനി അതിനാരെങ്കിലും കോൺഗ്രസ്സുകാർ വഴക്കുണ്ടാക്കാൻ വന്നാലും ശരി, ആവശ്യമില്ലാത്ത വ്യക്തിപൂജകൾ എവിടെ നടക്കുന്നോ അവിടെയെല്ലാം വീണുപോയ ശക്തികൾ കയറും. അപ്പോൾ ഒരു ആകർഷണം വരും, ചിലപ്പോൾ അത്ഭുതം നടക്കും. അയാൾ ഈ പറഞ്ഞിതല്ല, ഇത് തിരിച്ചറിയണം. മനസ്സിലാവുന്നോ? ഉമ്മൻചാണ്ടി നല്ല മനുഷ്യരായിരുന്നു, അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തു, നല്ലത് ചെയ്തു, താൻ അക്കരയ്ക്ക് പോയി. പക്ഷെ ആ പേരിൽ അവിടെ പൂജ നടത്താൻ തുടങ്ങിയാൽ ഉമ്മൻചാണ്ടിയല്ല അവിടെ പ്രത്യക്ഷമാകുന്നത്, വീണുപോയ ദൂതന്മാരാണ്. അപ്പോൾ ചിലപ്പോൾ അത്ഭുതം ചെയ്തിരിക്കും, അടയാളം ചെയ്തിരിക്കും. അതുകൊണ്ട് ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് പല പുണ്യാളന്മാരുടെയും. പണ്ട് മമ്മൂട്ടി അറിയാതെങ്കിലും പ്രവചിച്ചു പോയി, പുതുപ്പള്ളി 2 പുണ്യാളന്മാരുണ്ടെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി നല്ല മനുഷ്യനാണ്, അദ്ദേഹം സ്വർഗത്തിൽ പോയി കാണും.
പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പൂജ നടത്താൻ പോയാൽ, അവിടെ പ്രാധാന്യം നടത്താൻ പോയാൽ അവിടെ കയറുന്നത് വേറൊരു ആത്മാവാണ്. അതാണ് പണ്ട് പുതുപ്പള്ളി വാഴുന്നവനെന്ന് പറഞ്ഞ ചവിട്ടുനാടകത്തിലൊക്കെ പറയുന്നത്. വേളാങ്കണ്ണി വാഴുന്നവൻ ഞാൻ നേരിട്ട് കണ്ടതാണ്. വേളാങ്കണ്ണിയിലെ വാഴുന്ന ശക്തിയും തിരുവാരൂർ വാഴുന്ന ശക്തിയും നാഗൂരി വാഴുന്ന ശക്തി എന്നോട് ഫൈറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അതിനൊരു ശക്തിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരിട്ട് ഫൈറ്റ് ചെയ്തതാണ് ഈ 3 ശക്തിയും. അത് കഴിഞ്ഞാണ് അവിടെ എല്ലാം വേല സ്ഥാപിച്ചത്. 3 ശക്തികളും കൂടി എന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നു. പരിശുദ്ധാത്മാവിനെ സഹായിച്ചു, ആ യുദ്ധത്തിൽ ജയിച്ചു. അതിനുശേഷം 3 വേല സ്ഥാപിച്ചു. 3 4 അത് സത്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വ്യവസ്ഥയില്ലാത്ത സ്ഥലത്തിൽ ഒരു വിഗ്രഹത്തെയോ മരത്തിന്മേലൊരു തുണി ചുറ്റിയാലോ അവിടെ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മരത്തിനൊന്നും ശക്തിയില്ല. നമ്മുടെ മനസ്സിലാണ് ശക്തി കയറുന്നത്. പൂജ കയറുമ്പോൾ ശക്തി കയറും. അപ്പം ഈ ആത്മാവ് പ്രവർത്തിക്കും. ഇത് തന്നെയാണ് ഈ ലോകത്തിലെ അധിപതി. അന്ധകാര ശക്തി വാഴുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനെ പിൻപറ്റുമ്പോൾ ആ ശക്തി കയറും. അപ്പോൾ അറിയാതെ ആരാധന വരും. ഇപ്പം ഞാൻ തന്നെ ഈ യൂട്യൂബിൽ ഈ പ്രസംഗം കേട്ട് പലരും കുറച്ചൊരു ആരാധനയിൽ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അച്ചായൻ്റെ കൂടെ ഒന്നൊരു ദിവസം താമസിക്കണം, അച്ചായൻ്റെ കൂടെ ഒന്ന് ഇച്ചിരി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടി കൂടെ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കർത്താവിൻ്റെ കൂടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനിതിന് വിഗ്രഹമാകുന്നത്. അവസാനം ഞാനും നശിക്കും, ഇവരും നശിക്കും, ഇല്ലയോ? പിന്നെ കാണുന്നിടത്ത് ഭൂതങ്ങൾ ഇറക്കാൻ പോകും. ഇതാണ് നമ്മുടെ ജോലി. ഭൂതങ്ങൾ പറഞ്ഞാൽ ഇറങ്ങും. ഇവിടെ ജോലി അതല്ലല്ലോ. അത്യാവശ്യം ഇപ്പോഴും ഇറക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇത്ര ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അല്ല, സമ്മതിക്കുമോ? വന്നപ്പോൾ എന്നെ ഓടിക്കാൻ പറഞ്ഞ പാർട്ടികളെല്ലാം ഇതിനകത്തില്ലയോ? അത് നിങ്ങളല്ല, മറ്റേ ശക്തിയാണ്. ഇപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ എത്രയോ ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി. കുമ്പളയിൽ നിന്ന് തന്നെ എത്രയോ ഭൂതങ്ങൾ ഇറങ്ങിപ്പോയതുകൊണ്ടാണ് ഈ 5 വർഷം എനിക്കിവിടെ മര്യാദയ്ക്ക് വരാൻ. അല്ലെങ്കിൽ സാധിക്കുമോ? വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ. അകത്തും പുറത്തും. പൗലോസ് പറഞ്ഞ അകത്ത് യുദ്ധം, പുറത്തും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നും കൈകാര്യം ചെയ്യും, നാളെയും ചെയ്യും. അതുകൊണ്ട് ഇവനൊന്നും കയറി, പിശാചുകളൊന്നും കയറി ഞങ്ങളോടൊന്നും വരാൻ പോകത്തില്ല. ഞങ്ങൾ കർത്താവിനോട് നിൽക്കുന്ന. അതുകൊണ്ട് ഒരു പിശാചും പക്ഷേ ഞങ്ങൾ വിഗ്രഹങ്ങളായി മാറത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിടികൊടുക്കാത്തത്. അച്ചായനോട് കൂടെ പ്രാർത്ഥിക്കണം, ഇവിടെ താമസിക്കണം, പിന്നെ വീട്ടിൽ വന്ന് ഭൂതങ്ങളെ ഇറക്കണം. അതൊക്കെ ഇറങ്ങിക്കോളൂ, നിങ്ങളിത് പ്രാർത്ഥിച്ചാൽ എന്ന് പറയും. നിങ്ങൾക്ക് വേറെ ജോലി തന്നെ. വിശ്വസിക്കുന്നവരാൽ അപ്പോൾ നിങ്ങളിത് പ്രാർത്ഥിച്ചു, കുടുംബമായിട്ട് ഇത് പോസ്റ്റ് പ്രാർത്ഥിച്ച് പിശാച് പൊക്കോളുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ കുടുംബമായിട്ട് ഇത് പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ആരുടെയും വിഗ്രഹമാണ് എനിക്ക് ഇഷ്ടം. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, യേശുവിൻ്റെ സ്നേഹിതനാണ്. എനിക്കതാ ഇഷ്ടം. പിന്നെ നടക്കേണ്ടതൊക്കെ നടന്നോളും. എൻ്റെ പ്രവിശ്യകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് അതിര് കവിഞ്ഞ് പോയാൽ അത് വേറെ റൂളായിപ്പോവും. ദൈവത്തിന് സ്തോത്രം. പണ്ട് നമുക്കറിയാം, ഈ നമ്മുടെ ബിനോയുടെ ഒരു ജ്യേഷ്ഠൻ, അനിയനോ സുനില് ജ്യേഷ്ഠൻ, അദ്ദേഹം ഇവിടെ സീരിയസ് ആയി കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ പാസ്റ്റർ ജോൺ പാസ്റ്ററിനെ കാണാൻ തൊടുപുഴ വന്നു. ഞാൻ പോകാനൊരുങ്ങിയതാണ്. പോകാനൊരുങ്ങി കഴിഞ്ഞ് പരിശുദ്ധാത്മാ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ വിളിച്ചാൽ ഞാൻ വരുന്നില്ല, ഞാൻ പൊക്കുമോ? കാരണം അവൻ സ്വർഗത്തിൽ പോകുന്നുള്ളത് ഇവനെ കാണിച്ചു. അപ്പോൾ പാസ്റ്റർ വന്ന് വിളിച്ചത്, ഒരു പാസ്റ്റർ വന്ന് വിളിച്ചു. പക്ഷേ ഞാൻ റെഡിയായെങ്കിലും ദൈവം എന്നെ അനുവദിച്ചില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവരെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് വലിയ വിഷമമുണ്ടായി. ഞാൻ പിന്നെ അടുത്ത ആഴ്ച വന്ന് പറഞ്ഞു, അങ്ങനല്ല, ഞാൻ വന്നാലും അവൻ സ്വർഗത്തിൽ പോകും. നമ്മളങ്ങനൊന്നും പിടിവാശി വയ്ക്കേണ്ട. ദൈവം എടുക്കുമ്പോൾ എടുത്തോട്ടെ, ദൈവം ഇതിലല്ലേ. അവൻ ഈ ലോകത്തിൽ മലിനപ്പെട്ടു പോകുന്നതിനേക്കാളും നേരത്തെ പോകുന്ന നല്ലത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇന്നാര് പ്രാർത്ഥിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, ഇന്നാര് വന്ന് കൈവച്ചെങ്കിൽ ഇതൊക്കെ വെറുതെ ഇതാണ്. അങ്ങനെ ആരെയും വിഗ്രഹങ്ങളാക്കരുത്. ദർശനവും വെളിപ്പാടും. ഞാനും ദർശനം കാണുന്ന മനുഷ്യനാണ്. പക്ഷേ എന്നും ഞാൻ ദർശനം കാണുമ്പോൾ ഞാൻ പിശാചായി മാറും. എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ തെറ്റായതും കണ്ട് ഞാൻ പറയുകയും ചെയ്യും, തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാനൊന്ന് താഴേണ്ടി വരും. അതുകൊണ്ട് ചിലർ പറയുന്ന ദർശനമൊക്കെ ശരിയാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. പക്ഷേ എല്ലാ ദർശനവും ശരിയാകാൻ പോയാൽ മൂത്ത പിശാചായിട്ട് മാറും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഒരാൾ അയച്ചു തന്നില്ലേ, ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് എറണാകുളത്ത് ഒരു പാസ്റ്റർക്ക് 2 ആഴ്ച മുമ്പേ ദൈവം കാണിച്ചാൽ പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കുകയും ചെയ്തു, ഇതൊക്കെ ആരെയും ദൈവം കാണിക്കത്തില്ല? ഞാൻ പറഞ്ഞു, എന്നെ കാണിക്കണമെന്നൊന്നുമില്ലല്ലോ, ആരെങ്കിലും അറിയിച്ചിരിക്കും. ദൈവം തൻ്റെ പ്രവൃത്തി ഏതെങ്കിലും പ്രവാചകന്മാർക്ക് ദർശനം പറയാതെ ഒന്നും സംഭവിക്കത്തില്ല. മൃഗങ്ങൾക്കറിയാമല്ലോ, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ ചില മൃഗങ്ങൾക്ക് അതിൻ്റെ സിംറ്റംസ് അറിയാം. പക്ഷേ നമ്മുടെ മൈൻഡെല്ലാം കറപ്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാത്തത്. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യം ഗ്രഹിക്കും. അത് ദൈവത്തിൻ്റെ ശിക്ഷയല്ല, നാച്ചുറൽ കലാമിറ്റീസ് എന്നതിന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കോണം. എല്ലാം ദൈവത്തിൻ്റെ പുറത്തിട്ട് ദൈവം ശിക്ഷിക്കുകയാണ്, ദൈവത്തിൻ്റെ വേറെ പണിയൊന്നുമില്ല. ദൈവം അവിടെ നിന്നുകൊണ്ട് മനുഷ്യരെ കൊല്ലുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന പണിയാണ്. ബൈബിളിൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചിലത് എഴുതിയിട്ടുണ്ട്, അല്ല സങ്കീർത്തനക്കാരങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശിക്ഷാപതിയുണ്ട്. ഇപ്പോൾ സോദോമിൽ ദൈവം തീയിറക്കി, കാരണം സഹിക്കാൻ വയ്യ.
സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് സോതോമിൽ വിസ്താരം കഴിഞ്ഞാണ് ശിക്ഷ കൊടുത്തത്. ഇവിടെ തൂക്കിക്കൊല്ലുന്നില്ലേ? ഇവിടെ കേവലം തോൽവിയുള്ളതായ മനുഷ്യൻ. ജഡ്ജി എന്ന് പറയുന്നത് എല്ലാം പൂർണ്ണനൊന്നുമല്ലല്ലോ. പണ്ട് മജിസ്ട്രേറ്റുക്കും തെറ്റുപറ്റും എന്ന് പറഞ്ഞ പോലെ മജിസ്ട്രേറ്റുക്കും തെറ്റുപറ്റും. മനുഷ്യനാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, രാവിലെ കടയിലെ വേലക്കാരൻ്റെ സാധനം വാങ്ങിക്കാൻ എഴുതി കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിലെ മാങ്ങായും വേണം, അച്ചാറിടാൻ 100 മാങ്ങ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ജഡ്ജി എഴുതിയത് മായ്ക്ക് വരെ മൂവായിപ്പോയി, മൂങ്ങാന്നായിപ്പോയി. അപ്പോൾ ഈ കടക്കാരനകത്ത് നിന്ന് ഈ വേലക്കാരൻ പറഞ്ഞു. അപ്പോൾ അയാൾ ലിസ്റ്റ് ചോദിച്ചു പറഞ്ഞു, ഇതെന്തുവാ മൂങ്ങായോ? അപ്പോൾ പറഞ്ഞു ജഡ്ജിക്ക് ഞങ്ങളുടെ ജഡ്ജിക്ക് തെറ്റ് പറ്റത്തില്ല. അവസാനം കടക്കാരൻ ജഡ്ജിയെ വിളിച്ച് അന്വേഷിച്ചപ്പം അയ്യോ എൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും തെറ്റുപറ്റാം. ചിലർ തെറ്റിക്കുന്നവരുണ്ടല്ലേ. തമാശന് പണ്ട് നമ്മളിവിടെ കുമ്മളിയിൽ ലാലുച്ചാനൊക്കെ ഇവിടെ നമ്മുടെ കോട്ടയത്തുണ്ടായ പുള്ളിക്ക് വലിയ തമാശക്കാരനായിരുന്നു. അപ്പോൾ കുമ്മളിയിൽ ഒരിക്കൽ മാസികത്തിന് ഇവിടെ തങ്കച്ചി ഒരു സൗകര്യം ഉണ്ടായി. തങ്കച്ചി ഒരു പാവപ്പെട്ടൊരു സൗകര്യമാണ്, നല്ല സ്നേഹമാണ്. അപ്പോൾ ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ട് ലാലുച്ചാനോട് ചോദിച്ചു, അച്ചാൻ എന്താ കഴിക്കുന്നു ചോദിച്ചു. അപ്പോൾ തങ്കച്ചി ലാലുച്ചാൻ ഞാൻ കഴുതമുട്ടയാന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരുപാട് തമാശയും പരിഹാസമൊക്കെ പറയുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ തങ്കച്ചി സൗകര്യോട് പറഞ്ഞു, വേലക്കാരിയോട് പറഞ്ഞു കഴുതമുട്ടയാന്ന് പറഞ്ഞു. അയ്യോ അച്ചായ ബാംഗ്ലൂരിലൊക്കെ ഇവിടെ ഞങ്ങളെ കോഴിമുട്ടയും താറാമുട്ടയും അവിടെ കഴുതമുട്ടയാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട സൗകര്യം കുമ്മളിയിലെ കടയിലെ പലയിടത്തും പോയി അന്വേഷിച്ചു കഴുതമുട്ട നോക്കണം. അപ്പം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതായ പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തെറ്റുപറ്റാം, തമാശ തെറ്റിക്കുന്നവരുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ അച്ചായന് തെറ്റുപറ്റത്തില്ല, CPM-ലെ വേലക്കാർക്കാരും തെറ്റുപറ്റത്തില്ല, പോപ്പിന് തെറ്റാവരമുണ്ട്, അവർ പോലും എടുത്തു കളഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ്റെ കാലത്ത് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി. അപ്പോൾ പിന്നെ CPM-ലെ പാർഷന്മാർക്ക് തെറ്റുപറ്റത്തില്ലേ? ഒരുപാട് തെറ്റുപറ്റും. കാരണം ഞങ്ങളെപ്പോലുള്ള തെരുവിൽ കിടന്നവന്മാരെയൊക്കെയല്ലേ പിടിച്ചുകൊണ്ട് ഇതിനകത്ത് വരുന്നത്. ഇവിടെ തന്നെ കോളേജ് വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോഴല്ലേ രണ്ട് പിള്ളേരൊക്കെ പഠിച്ചു വരുന്നു. മറ്റേ കോളേജ് വിദ്യാഭ്യാസമുണ്ട്. കള്ളനും കൊള്ളക്കാരനും കുടിയനും തെമ്മാടിയും തോന്നിവാസക്കാരനൊക്കെ മാനസാന്തരപ്പെട്ടു വന്ന മാർഗ്ഗം ഇത് കേട്ടോ. ഇപ്പോൾ വെള്ളം ചുറ്റിയോടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവന്മാരെ ശരിയാക്കിയെടുക്കുന്ന വലിയൊരു മാർഗ്ഗമാണിത്. അതാണ് ഈ മാർഗ്ഗത്തോട് എനിക്ക് സ്നേഹം. അവിടെ ആർക്കും തെറ്റുപറ്റാം. അത് നമ്മൾ സമ്മതിക്കണം, തെറ്റുപറ്റി സമ്മതിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ സ്പിരിറ്റുകൾ വ്യാപരിക്കുന്നു. തവളയെപ്പോലുള്ള ആത്മാവ്. അതാണ് യേശു ക്രിസ്തുവിനെതിരെ. ഞാൻ പറഞ്ഞു അതിൻ്റെ ഗുണം എന്താ? അതിൻ്റെ ഗുണം ഇത്രയേ ഉള്ളൂ, ഇവന്മാരെ കൊണ്ട് ഈ ലോകം ഒന്നാക്കിയെടുക്കും, സകല മതങ്ങളെയും. അതിനു മുമ്പായിട്ട് യേശു ക്രിസ്തു തൻ്റെ സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യും, തനിക്കുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, ബാക്കി സകല മനുഷ്യരെ ഒരു ഏകീകരണത്തിൽ കൊണ്ടുവരും. അതാണ് ഏകലോക ഗവൺമെൻറ്. അതിനുവേണ്ടിയാണ് 7 വർഷം എതിർ ക്രിസ്തുവിനെ ദൈവം അനുവദിക്കുന്നത് കേട്ടോ. ചില സമയത്തിൽ ഇന്ത്യയെ അങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. ശക്തരായ നേതാക്കന്മാരെ കൊണ്ട് യൂണിറ്റി. ഇന്ദിരാഗാന്ധിയുടെ കാലത്തിൽ ചെതറിയിരുന്ന സംസ്ഥാനങ്ങളെ ഇന്ദിരാഗാന്ധിയുടെ വിൽ പവർ ഉപയോഗിച്ച്, അവൾ ഉരുക്കൈ ഉപയോഗിച്ച് ഇന്ത്യ ഏകീകരിച്ചെടുത്തു. പെന്റിക്കോസ് മിഷൻ സഭ, ഞാൻ മദ്രാസിലേക്ക് സമയത്തിൽ പാസ്റ്റർ ഫിലിപ്പിയാണ്ടപ്പിള്ള എന്ന് പറഞ്ഞ ഉരുക്ക് മനുഷ്യൻ, അഡ്മിനിസ്ട്രേഷൻ വലിയ പവറുള്ള മനുഷ്യനായിരുന്നു. തൻ്റെ അപ്പൻ്റെ പ്രായമുള്ള KP കോശി പാസ്റ്റർ, അവറാച്ചൻ പാസ്റ്റർ, BG സാമുവൽ പാസ്റ്റർ, ഇവരൊക്കെ കേരളത്തിൽ നാടുവാഴികളായിട്ട് അല്ലെങ്കിൽ വലിയ സ്ഥാനത്തിരുന്ന് സഭ നടത്തുമ്പോൾ ഏകീകരണമില്ലായിരുന്നു. ഇന്ത്യയുടെ വേലയ്ക്കൊരു ഏകീകരണമില്ലായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ, ആത്മീയ ഏകീകരണമല്ല, അഡ്മിനിസ്ട്രേഷൻ. പാസ്റ്റർ, ഇവരുടെ പാസ്റ്റർ ഫിലിപ്പിയാണ്ടപ്പിള്ളയുടെ അപ്പൻ ചാണ്ടപ്പിള്ള പാസ്റ്റർ ഇവരുടെ സമകാലികരാണ്. എന്നിട്ട് പോലും ഫിലിപ്പിച്ചായൻ പറഞ്ഞാൽ ഇവർ ഭയപ്പെടുമായിരുന്നു. വേലക്കാരെല്ലാം മദ്രാസിൽ അയക്കണമെന്ന് പറഞ്ഞാൽ അയച്ചിരിക്കും. പണ്ടങ്ങനല്ല. കോശിയൻ പറഞ്ഞാൽ ഇവരിവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിർത്തും. പക്ഷേ ഫിലിപ്പിയാണ്ടപ്പിള്ള പാസ്റ്റർ അതുപോലെ പേടിയും ഭയമായിരുന്നു. കാരണം അവസാനത്തിൽ പുള്ളി പാളിച്ച് പറ്റിയെങ്കിലും അങ്ങനെ ഉരുക്ക് മനുഷ്യനായിരുന്നു. അപ്പോൾ ചില കാലങ്ങൾ ഇന്ത്യയെ നാഷണലൈസ് ചെയ്യുവാൻ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചു. ഈ പെന്റിക്കോസ് മിഷനെ ഒന്ന് നാഷണലൈസ് ചെയ്യാൻ വേണ്ടി പാസ്റ്റർ ഫിലിപ്പിയാണ്ടപ്പിള്ള ഉപയോഗിച്ചു. അത് 7 വർഷം കഴിഞ്ഞപ്പോൾ മാറിപ്പോയി. പാസ്റ്റർ ഏണസ്റ്റ് വന്നു. അവിടെ കുറേ കൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള പാസ്റ്റർ ഏണസ്റ്റ് ചാർജ് എടുത്തു. ഇതേപോലെ ഈ ലോകത്തെ ഏകീകരിക്കാൻ വേണ്ടി ഒരു ഏകലോക നേതാവിനെ കൊണ്ടുവരും. അതിന് നമ്മളാരും ഭയപ്പെടേണ്ട, തറയിൽ പിതാവും ഭാരപ്പെടേണ്ട. ദൈവം അനുവദിച്ചാൽ നമുക്ക് തമ്മിലൊന്ന് കാണാം. ഞാനും വരാം, ചങ്ങനാശ്ശേരിക്ക് വരാം. ഒരു ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല മനുഷ്യൻ, എനിക്കിഷ്ടമാണ്. അപ്പോൾ തൻ്റെ സംശയവും ഇതാണ്. അപ്പോൾ ആ ഏകീകരണത്തിനായിട്ട് ഈ പറഞ്ഞൊരു ഏകലോക നേതാവിനെ അനുവദിക്കും. ഈ മതങ്ങളെല്ലാം ഒന്നാകും.
രാഷ്ട്രങ്ങളെല്ലാം ഒന്നാകും, പിശാചിൻ്റെ അധികാരങ്ങൾ. അതാണ് ഈ 3 അശുദ്ധാത്മാക്കളെന്ന് പറയുന്നത്. അങ്ങനെ ഇവരേതാണെല്ലാം നേടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊക്കി 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 ബാബേൽ കോട്ട പണിതതുപോലെ ഒരിടത്തിരുന്നുകൊണ്ട് സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം ഒരിടത്തിരുന്ന് വാഴുന്ന പോലെ ഇവനും വാഴുന്ന പോലെ ശ്രമിക്കും. അന്ന് ഇവൻ പറയുന്നതിനപ്പുറത്ത് ഒരു മനുഷ്യൻ ചെയ്ത് അവനെ കാലിയാക്കും, വാങ്ങാനും വിൽക്കാനും നമ്പർ കൊടുക്കും. അങ്ങനെ 7 വർഷം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടും. പക്ഷേ അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ല, കാരണം ഉരുക്ക് ശക്തിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പറയത്തില്ലയോ, പേടിച്ചിട്ടാണ് ചിലർ പാർട്ടി ചേരുന്നത് പറയും. പേടിച്ചിട്ടാണ് പാർട്ടി ചേരുന്നത്, പാർട്ടിക്കാർക്ക് പിരിവ് കൊടുക്കുന്നത്, കാരണം പേടിയാണ്. കാരണം അങ്ങനെ ഒരു ശക്തി, അതാണ് ഇനി വരാൻ പോകുന്ന വലിയ ശക്തി. ലോകം മുഴുവനും അങ്ങനെ ഒരു ഏകീകരണം. പക്ഷെ ആ ശക്തി അറിയാവുന്നവർക്കറിയാം, ഈ പെണ്ണാണ്, ഈ സ്ത്രീ പുരുഷന് മുമ്പ് നിൽക്കുമോ? സ്ത്രീയും പുരുഷനുമാണ്. പുരുഷൻ ക്രിസ്തുവും സ്ത്രീ ആൻറ്റി ക്രൈസ്തുവാണ്. അതാണ് ആ പുരുഷത്വത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ അധോലോക ശക്തി ഏത് വന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവിൽ ആ ശക്തി ഉപയോഗിച്ചാൽ അതവിടെ നിൽക്കും, അത് നഷ്ടപ്പെടുത്തരുത്. അപ്പം അങ്ങനെ 7 വർഷത്തെ ഇവൻ്റെ സർവാധിപത്യവും നടത്തി മുഴുവൻ ലോകത്തെ ഒരു മനുഷ്യൻ്റെ കീഴിൽ കൊണ്ടുവരും. അവരുടെ ഉദ്ദേശം നല്ലതാണ്, യുദ്ധം വേണ്ട, ആ യുദ്ധത്തിലുള്ള പൈസയൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ഒരു ഏകീകരണം, തുല്യത എല്ലാം നല്ലതാണ്. പക്ഷേ അതിനെങ്ങനെ സംഭവിക്കുന്നുള്ളൊരു വ്യാഖ്യാനമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിര. ആ കുതിരയാണ് ഇവരിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 6:2. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 2 വായിക്കുമ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ വില്ലുണ്ട്, അമ്പില്ല. വായിക്കാം. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ആരെയൊക്കെ ജയിക്കുന്നു? ലോകമനുഷ്യൻ മാത്രമല്ല, കൈവിടപ്പെടുന്ന രക്തസാക്ഷികളാകേണ്ട വിശുദ്ധന്മാരെ പോലും ജയിക്കുകയാണ്. ഏത് ജയത്തിൽ? ആ വിശുദ്ധന്മാരുടെ ശരീരത്തിന്മേൽ അവന് അവകാശമുണ്ട്, അവരെ ദണ്ഡിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ജയിക്കുന്നവനായിട്ട് വെള്ളക്കുതിര. ഈ വെള്ളക്കുതിരയാണ് ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിങ്ങൾ ഇത് ഇമാം മഹദിയാണെന്നുള്ളത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആ വ്യാഖ്യാനം തെറ്റാണ്. അത് അവർക്ക് ശരിക്കും അവിടുന്ന് ഇവിടുന്നെല്ലാം കടമെടുത്ത് പലതും എഴുതിയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇമാം മഹദി എന്ന് പറയുന്ന അവരുടെ രക്ഷകൻ എന്ന് പറയുന്ന ആൾ അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ 6-ാം അധ്യായത്തിൽ കാണുന്നത് ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തന്നെയാണ്. അതവരറിയാതായിരിക്കും പറയുന്നത്. അവൻ്റെ ഭരണകാലത്തിൽ 4 ഘട്ടങ്ങളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വെള്ളക്കുതിര, വില്ല്, അമ്പില്ല. അപ്പോൾ യുദ്ധമല്ല, പക്ഷേ വില്ല് സമാധാനത്തെ. നോഹയുടെ കാലത്ത് ദൈവം ആകാശത്തിൽ വില്ല് കാണിച്ചു കൊടുത്തു, മഴവില്ല്. എന്തായിരുന്നു? ഇനി ഞാൻ ഉടമ്പടി നിയമത്തെ ചെയ്തു. അപ്പോൾ ഇവൻ്റെ കാലത്തൊരു നിയമം കൊണ്ടുവരും. ആ നിയമത്തിന് കീഴിൽ യഹൂദനും ഇസ്ലാമും ക്രിസ്തുമതവും എല്ലാം ഒന്നായിരിക്കും. അതാണ് രസം. നിങ്ങളാരും പേടിക്കേണ്ട, ഇസ്ലാമികളെല്ലാം കൂടെ കയറി ക്രിസ്ത്യാനികളെല്ലാം കൊന്നുളക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ ഒന്നും കൊടുക്കത്തില്ല. ഇവരെല്ലാം ഒന്നാകാൻ പോവുക. ഇപ്പോൾ സൗദി അറേബ്യ കണ്ടില്ലേ, വലിയ സിറ്റി പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും ഒന്നാകാൻ പോവുക. അതിൻ്റെ രസം. ആദ്യ യഹൂദ മതത്തിനെതിരായിട്ട് ഇവർ വരും. പക്ഷേ ഇവൻ ഇവൻ്റെ ജ്ഞാനത്താൽ ബുദ്ധി ഉപയോഗിച്ച് മതങ്ങളെല്ലാം ഒന്നാക്കിയെടുക്കും. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇസ്രായേൽ രാഷ്ട്രവും നശിക്കത്തില്ല, ഇസ്ലാമും നശിക്കത്തില്ല, ക്രിസ്ത്യാനികളും നശിക്കത്തില്ല. എല്ലാം ഒന്നാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഏകീകരണത്തിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ പറ്റി ഡീറ്റെയിൽസ് പഠിക്കേണ്ട ഒരു വിഷയം കുറേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഈ ഏകീകരണ മതത്തിൻ്റെ പിന്നിൽ ഈ 3 ശക്തികൾ വാഴാൻ പോവുകയാണ്. അപ്പോൾ മനുഷ്യരെല്ലാം ഒന്നാകും. അവനൊരേ നടത്തിപ്പിൻ കീഴിൽ അവരെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ആൻറ്റി ക്രൈസ്റ്റാണ് ദൈവം. ആ ദൈവത്തെയാണ് അവരിപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ആ ദൈവത്തെയാണ് 12 ശിഷ്യന്മാർ സ്ത്രീകളായിട്ട്, സ്ത്രീകളുടെ ആത്മാവ്, ബലഹീനമായ ആത്മാവ്, തോറ്റ ആത്മാവ്, മുറിവേറ്റ ആത്മാവ്, അതാണ് ഈ സ്ത്രീ എന്നോട് കാണിക്കുന്നത്. അതാണ് തിരുവത്താഴത്തിൽ 12 സ്ത്രീകളെ അവതരിപ്പിക്കാൻ കാരണം. ഇനി ഈ പറഞ്ഞ വെള്ളക്കുതിര എന്ന് പറയുന്നതിൻ്റെ കാരണം, അത് ഈ പറഞ്ഞ് വെളിപ്പെടാൻ പോകുന്ന നേതാവിനെയാണ് അവർ കാണിക്കുന്നത്. അതിന് 3 ഘട്ടങ്ങളുണ്ട്. ഇനി 3 ഘട്ടങ്ങളുണ്ട്. 6-ന്റെ 4-ാം വാക്യത്തിൽ ആ കുതിര ചുവപ്പായി മാറുകയാണ്. അതിൻ്റെ അർത്ഥം സമാധാനം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഗർഭിണിക്ക് പ്രസവത്തിന് പറയുന്ന പോലെ പെട്ടെന്ന് സംഭവിക്കും. പിന്നെ യുദ്ധം, വലിയ പ്രശ്നങ്ങളായിത്തീരും. സമാധാനം ഉണ്ടാക്കാവുന്ന വരുന്നവർ സമാധാനക്കേട് ഉണ്ടാക്കുന്നവരായി മാറും. അപ്പോൾ യുദ്ധമായി. പിന്നെ ക്ഷാമം, യുദ്ധം കഴിയുമ്പോൾ ക്ഷാമം ഉണ്ടാകും. അതാണ് അടുത്ത കുതിര, കറുത്തത്, ബ്ലാക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ ക്ഷാമകാലത്തിൽ ഈ അന്താരാഷ്ട്ര ലെവലുള്ള ഈ ലൂലു മാൾ അല്ലെങ്കിൽ ഈ മാൾ പോലത്തെ ഉള്ളതായ ആ സ്ഥാപനങ്ങളിൽ മാത്രമേ സാധനങ്ങൾ കാണത്തുള്ളൂ. നമ്മുടെ ലിങ്കിൻ്റെ കടയിലും
ബെന്നിയുടെ കടയിലും എബിയുടെ കടയിലൊന്നും ഇവർ കാണത്തില്ല കേട്ടോ. ഒറ്റ കടയിൽ കാണും. അവിടെ നമ്പർ വേണം. നമ്പർ വേണമെങ്കിൽ ഇവരെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. അപ്പോൾ ദൈവമക്കൾക്കെതിരായിട്ടാണ് ആ നിയമം കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളതായ നിയമത്തിന് കീഴിൽ കൊണ്ടുവന്ന് ഇവൻ ഭരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇവൻ്റെ ഭരണത്തിൻ്റെ കളറ് മാറുന്നതാണ്, സ്വഭാവത്തെ മാറുന്നതാണ് ഈ 6-ാം അധ്യായത്തിൽ കാണുന്ന അവസാനം മഞ്ഞക്കുതിര. അതിനെ കാണിക്കുന്നു. കൊടും വ്യാധികൾ, ക്ഷാമം കഴിയുമ്പോൾ വ്യാധികളുണ്ടാകും, കൊടും മരണങ്ങൾ. ഇതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കറഞ്ഞ വെള്ളക്കുതിര എന്ന് പറയുന്നത് അത് എതിർക്രിസ്തുവിൻ്റെ ചിഹ്നമായ അല്ലെങ്കിൽ സിമ്പിളായിട്ട് വരുന്ന വെള്ളക്കുതിരയാണ്. അവനെപ്പോഴും ഇമേജാണല്ലോ. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ച് അവൻ ദൈവമെന്ന് നടിച്ച് ദൈവത്തെ പോലെ കാണിച്ച് കൊണ്ടിരുന്ന ഒരു ആത്മാവാണ്. അപ്പോൾ ഇതെല്ലാം ബൈബിളിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ ദൈവത്തിന് അറിയാവുന്ന കാര്യം ദൈവമക്കൾക്ക് ദോഷം വരുത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലത്തിൽ വിശുദ്ധിയോടെ ജീവിച്ചോണം, താഴ്മയോടെ ജീവിച്ചോണം, ദൈവഭയത്തോടെ ജീവിച്ചോണം. അതല്ലെങ്കിൽ പിടിപെട്ടു പോകും. അവൻ്റെ കീഴിൽ പോയി നമുക്ക് രക്തസാക്ഷി പോലും ആകാൻ ഒക്കത്തില്ല. രക്തസാക്ഷിയെങ്കിലും ആകണമെങ്കിൽ ഈ പറഞ്ഞ യോഗ്യതയിൽ കൂടെ നമ്മൾ ജീവിച്ചോണം. താഴ്മയുണ്ടായിരിക്കണം, വിശുദ്ധിയിലേക്ക് ആഗ്രഹിക്കണം, പിന്നീട് ദൈവഭയം ഉണ്ടാകണം. 3 കാര്യങ്ങൾ ഓർത്തോണം: താഴ്മ, ദൈവഭയം, വിശുദ്ധി. ഇതിനു വേണ്ടി ആഗ്രഹിച്ചോണം. ആഗ്രഹിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ബാക്കി ദൈവം നോക്കിക്കോളും. എപ്പോഴും നമ്മുടെ മനസ്സ് അതായിരിക്കണം. ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാലത്തെ ദൈവമക്കൾ അത് മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ. ബാക്കിയെല്ലാം പുറകെ നടന്നോളൂ. മുമ്പേ അവൻ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടെ സകലം ലഭിക്കും. അപ്പോൾ ആ ചിന്തയുള്ളവരെ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. നമ്മുടെ ചിന്തയാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. ചിന്ത മാറിപ്പോയാൽ, ലക്ഷ്യം മാറിപ്പോയാൽ നമ്മളും തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ എതിർക്രിസ്തുവിൻ്റെ കാലത്ത് നമ്മൾ ഭൂമി കാണാൻ പാടില്ല. പകരം ക്രിസ്തുവിൻ്റെ വരവിൽ നാം കാണപ്പെടണം. ഇതായിരിക്കണം ലക്ഷ്യം. അങ്ങനെ 7 വർഷം ഇവന് ഭരണം കൊടുക്കും. ഈ ഭരണം ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? മനുഷ്യർ പലരും ദൈവത്തെ വിട്ടു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനം ഉൾപ്പെടെ ക്രിസ്തീയ മതക്കാരും ഇവരെല്ലാം സത്യദൈവത്തെ ഉപേക്ഷിച്ച് കളയും. സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വ്യാജത്തെ പിൻപറ്റുന്ന സമയമായിട്ട് വരും. പെന്തിക്കോസുകാർ കുറേ പേര് അങ്ങനെയൊക്കെ സംഭവിക്കും. വായിച്ചേയും ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, ഇസ്രായേൽ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ദൈവത്തെ തള്ളിയിട്ട് ഈ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കും വരും. പക്ഷേ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിക്കാം. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർക്ക് നിലനിൽപ്പില്ല. പാറയിലല്ല, ക്രിസ്തു പാറയാണ്. ആ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവർക്ക് മണ്ണിലാണ് എഴുതി വയ്ക്കുന്നത്. അവർക്ക് പിന്നെ മണ്ണിലാണ്, അതായത് ഏത് സമയത്തും അടിച്ചു പോകും. അടുത്ത പരിശോധന വരുമ്പോൾ അവർ തട്ടിപ്പോവും. മണ്ണിൽ എഴുതി വയ്ക്കും. എന്നാൽ ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിക്കേണ്ടി വരത്തില്ല. എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അതുകൊണ്ട് ഈ നാളുകൾ വളരെ ശ്രദ്ധയോടെ ജീവിച്ചോണം. വേറെ ഒന്നിനും വലിയ പ്രാധാന്യം കൊടുക്കരുത്. മക്കളെ പഠിപ്പിച്ച് സ്വത്തുണ്ടാക്കാൻ പോകുക, എല്ലാം തകരാറിലായി പോവുക, എല്ലാം തകിടം പറയാൻ പോവുകയാണ്. അപ്പോൾ ഒരേ ഒരു കാര്യം, ദൈവത്തെ മുറുകെ പിടിച്ചോണം, അവർക്ക് ശരണമുണ്ടാകും. അങ്ങനെ 7 വർഷത്തിൻ്റെ അവസാനത്തിൽ ഭയങ്കര യുദ്ധവും ക്ഷാമവും ഭയങ്കര കലാമിറ്റീസും ഇതൊന്നുമല്ല. ഇതൊക്കെ മുന്നറിയിപ്പ് മാത്രമാണ്. പണ്ട് പാർട്ടിക്കാർ സമരം ചെയ്യുമ്പോൾ സൂചന മാത്രം സൂചന. ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒരുപാടുണ്ടാകും. ഇസ്രായേലിനെതിരായിട്ട് ഈ ജാതികളെല്ലാം കൂടി യുദ്ധം വരുമ്പോൾ അവസാനം ഈ തള്ളപ്പോയ യഹൂദനെല്ലാം പാഠം പഠിച്ചതിന് ശേഷം അവസാനത്തിന് വേണ്ടി ദൈവം എഴുന്നേക്കും. ദൈവം തന്നെ മലകളോട് കൽപ്പിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ ദൈവം തന്നെ മലകളോട് കൽപ്പിക്കും. മലകളെല്ലാം തുള്ളാൻ തുടങ്ങുന്ന, മുട്ടാടുകളെപ്പോലെ തുള്ളിയെന്ന. അപ്പോൾ ഇവരുടെ ഇരിക്കുന്ന കെമിക്കൽ വെപ്പൺസ് എല്ലാം പൊട്ടിയിട്ട് ഇത് സ്വന്തം ശരീരത്തിലെ മാംസമെല്ലാം അഴുകി അസ്ഥികളിൽ പോലും ഈ മാരകമായ വിഷാംശം കയറും. അതുകൊണ്ടാണ് എസെക്കിയേൽ പറയുന്നത്, അസ്ഥിയെപ്പോലും തൊടാൻ മനുഷ്യന് അനുഭവമില്ല. അല്ല, വളരെ സെക്യൂരിറ്റി ഫോഴ്സിന് പ്രത്യേകമായ വസ്ത്രം ധരിച്ച് അതിൻ്റെ റിയാക്ഷൻ ഇല്ലാത്ത കോവിഡ് കാലത്ത് വന്ന പോലെ വോളണ്ടിയേഴ്സിനെ കൊണ്ടായിരിക്കും അതിന് പ്രത്യേകമായ യന്ത്രങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ അസ്ഥികളെ പെറുക്കാൻ JCB പോലുള്ള യന്ത്രങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നവർ എത്ര കണക്കൂട്ടില്ല. ആ ഹർമോദൻ യുദ്ധത്തിന് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലം ഒഴിച്ചിട്ടിരിക്കുക ഇവരെല്ലാം രാജ്യങ്ങൾ ഒന്നു ചെയ്യാനായിട്ട്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാം ഒരുങ്ങേണ്ട സമയമാണ്. വേറെ ഒന്നിനും ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. മനസ്സിലായോ? അങ്ങനെ 7 വർഷത്തിൻ്റെ അവസാനത്തിൽ ഇവനിങ്ങനെ കൊടികൊത്തി വാണ് ഈ ദുഷ്ടത പെരുകി വരുമ്പോൾ ഇതാ വരുന്നു വെള്ളക്കുതിരപ്പുറത്ത് വേറൊരാൾ. അതവിടെ എഴുതിയിരിക്കുന്നേ, വായിച്ചേ. 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 19-ന്റെ 11-ാം വാക്യം വായിച്ചു.
വെളിപ്പാട് പുസ്തകം 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. നോക്കണം, അനന്തരം എന്ന് പറഞ്ഞാൽ ഈ 7 വർഷത്തിന്റെ അവസാനത്തിൽ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വായിക്കാം. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും ഈ വെള്ളക്കുതിരയ്ക്ക് സദൃശമായി തന്നെ ഇവൻ വരുന്നത്. കാരണം ക്രിസ്തുവിന്റെ പേരെടുത്തുകൊണ്ടല്ലേ പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ പേരിൽ വന്നു, ഒരുത്തിന് എൻ്റെ പേരിൽ വരുന്നുണ്ട്, എൻ്റെ പേരെടുത്തുകൊണ്ട് സ്വന്തം നാമത്തിൽ വരുന്നുണ്ട്. അതും വെള്ളക്കുതിരയാണ്. ഇതാണ് മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നത്. പക്ഷെ വചനം അറിയാത്തവൻ വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് തറയിൽ പിതാവും അങ്ങനെയുള്ള സഭക്കാർ ഓർത്തോളം ഈ വിഷയങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നവർക്ക് വിഷയമില്ല. പെന്തിക്കോസുകാർക്ക് ഇത് അറിയാത്തവരെന്ത് ചെയ്യും? അതിനെ ബൈബിൾ ക്ലാസ്സിലൊക്കെ ഒന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതിനെപ്പറ്റിയെല്ലാം. അതെല്ലാം സെർച്ച് ചെയ്ത് പഠിച്ച് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതോ അവർ മരിച്ച രക്തസാക്ഷികളായിട്ട് അന്തസ്സായിട്ട് കർത്താവിൻ്റെ അടുത്ത് പോകും. വായിച്ച് വീണ്ടും വായിച്ച്. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവന് എന്താ പേര്? വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. വായിക്കാം. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. നീതിയോടെ വിധിക്കും. നീതി അവന്റെ അരക്കച്ചയും വിശ്വസ്തത അവന്റെ നടുക്കെട്ടുമായിരിക്കും. അതാണ് ക്രിസ്തു. അതാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ ആ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി വരുന്ന ക്രിസ്തു, സഭ, ഇതെല്ലാം സത്യമാണ്. ഇതിനകത്തൊന്നും ഒരു പോയിന്റ് പോലും വ്യാജമില്ല. ബൈബിൾ എന്ത് പറയുന്നു അത് അച്ചട്ടായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. യവന്മാർ കുറേ ലോ അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കുറേ കള്ളത്തിന് ആവർത്തിച്ച് പറഞ്ഞ് ഇത് യൂട്യൂബിൽ കേട്ട് പെന്തിക്കോസ് പിള്ളേരുടെ പോലും തലതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില പെന്തിക്കോസുകാർ തലതിരിഞ്ഞുകൊണ്ടിരിക്കും. യവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. ബൈബിൾ വായിക്കത്തില്ല. യവനൊന്നും ബൈബിൾ വായിക്കത്തില്ല, യൂട്യൂബിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ് കേട്ട് ഇതിനെല്ലാം തലമുണ്ടായി പോവുകയാണ്. നീയൊക്കെ അന്തിക്രിസ്തുവിൻ്റെ കാലത്തെ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ബൈബിൾ പഠിച്ച് കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ പ്രസംഗമൊക്കെ കിടപ്പുണ്ട്. ഞാൻ തന്നെ പ്രസംഗിച്ച കിടപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സവിസ്തരമായിട്ട് പ്രസംഗിച്ചത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പേരടിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ അടിച്ച് നോക്കിയാൽ കിട്ടും. മറ്റ് പല വിശുദ്ധന്മാരും പറഞ്ഞിട്ടുണ്ട്, പല ഭാഷന്മാരും പറഞ്ഞിട്ടുണ്ട്, മറ്റ് സഭക്കാർ. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വിശ്വസ്തനായ ഒരുത്തൻ വരുന്നു നീതിയോടെ ഭൂമിയെ ഭരിക്കാൻ. അവൻ 7 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വായിക്കാത്തോട്ട് വായിക്കാം. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. എന്താ രക്തം തളിച്ച ഉടുപ്പോ? ഇതിനിടയ്ക്ക് യേശുവിന് രക്തം തളിച്ച ഉടുപ്പ് എന്ത് വന്നു? ഈ 7 വർഷത്തിന്റെ അവസാനത്തിൽ, ഈ 1000 വർഷം ഭരണം തുടങ്ങുന്നതിന് മുൻപ് യഹൂദനൊരു നിലവിളിയുണ്ട്. സക്കറിയാപുരത്ത് വായിക്കുമ്പോൾ ഏകജാതന് വേണ്ടി നിലവിളിക്കുന്നത് പോലെ അവൻ ക്രിസ്തുവിന് വേണ്ടി, അവർക്ക് മനസ്സിലായി ഇവൻ വ്യാജ ക്രിസ്തുവാണ്, ഇത് വ്യാജ ക്രിസ്തുവാണെന്ന് മനസ്സിലായി അവർ യഥാർത്ഥ ക്രിസ്തുവിനോട് നിലവിളിക്കും. അന്ന് ക്രൂശിച്ചത് ഞങ്ങളുടെ മശിയായാണ് ക്രൂശിച്ചെന്ന് അവർക്ക് ബോധ്യം വരികയും അവർ നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു സർവ്വസൈന്യാധിപനായിട്ട് ഇറങ്ങി വരും. യെശയ്യാപ്രവചനം 63-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ വാളുമായിട്ട് വരും. ഏത് വാളാ? തൻ്റെ വായിൻ വാളുകൾ കൊണ്ട് ശത്രുവിനെ നേരിടും. വായിക്കാം. യെശയ്യാ 63-2. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിൻ്റെ പോലെ ഇരിക്കുന്നത് എന്ത്? എന്താ കാരണം? ഈ യഹൂദന് വേണ്ടി യേശു ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. അപ്പോൾ അനേകർ വെട്ടേറ്റ് മുറിപ്പെടുന്ന സമയത്തിൽ ആ രക്തം തൻ്റെ ഉടുപ്പിലേക്ക് വീണ് രക്തം തളിച്ച ഉടുപ്പായി മാറുകയാണ്. അതാണ് രക്തം തളിച്ച ഉടുപ്പ്. അതിനെപ്പറ്റിയാണ് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയമില്ലല്ലോ, എല്ലാം കൂടെ വിവരിക്കാൻ പോയി ഇവിടെ ഇരുന്ന് ഒരുപാട് മണിക്കൂർ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ആ യുദ്ധത്തിനിടയിൽ 7 വർഷത്തിൻ്റെ അവസാനത്തിൽ 1000 വർഷത്തിന് മുൻപ് കർത്താവായ യേശു യഹൂദന് വേണ്ടി ഇറങ്ങി വരും ആദ്യം. അതും ആരും അറിയില്ല. പക്ഷേ ആ യുദ്ധം യേശു ഏറ്റെടുക്കും. എതിർ ക്രിസ്തുവിനോട്, അവൻ്റെ അനുയായികളോട് ക്രിസ്തു പോരാടുന്നൊരു സമയമുണ്ട്. ആ രക്തം തളിച്ച്. അതുകൊണ്ടാണ് ഇവിടെ 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ ഉടുപ്പ് വായിച്ച് ചുമന്നിരിക്കുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. തളിച്ച ഉടുപ്പെന്നാണ്, രക്തം തളിക്കപ്പെട്ട ഉടുപ്പുമായിട്ടാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത്. നോക്കണം, അതിതാണ് വിഷയം. അങ്ങനെ ക്രിസ്തു കുതിരപ്പുറത്ത് വരുമ്പോൾ അവൻ്റെ കൂടെ വിശുദ്ധന്മാരും കാണും. ഏത് വിശുദ്ധന്മാർ? തന്നോടുകൂടെ 1000 വർഷ ഭരണത്തിൽ വരേണ്ടവരെല്ലാം അതിനകത്ത് കാണും, സഭയുൾപ്പെടെ. അതാണ് അതിന് താഴെ വായിക്കുന്നുള്ളൂ. 19-ന്റെ എത്രാം വാക്യം? അത് 19.
സ്വർഗത്തിലെ സൈന്യവും നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അവരും വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിക്കും. വായിക്കാം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിലെ വാക്ക് മതി, അല്ലാതെ ആക്ഷേപമായ വാളെടുക്കേണ്ട ആവശ്യമില്ല. ആ വാളുകൊണ്ട് ഈ എതിർ ക്രിസ്തു എന്ത് ചെയ്യും? അവന്മാർക്കുള്ള ബോധമുണ്ടോ? അവർ വിചാരിക്കുന്നത് അമേരിക്കൻ ശക്തികൾ വീണ്ടും ഇസ്രായേലിന് വേണ്ടി ഒരു പടയൊരുക്കി അവർ ഒലിവുമലയുടെ ഇറക്കത്തിൽ കൂടെ വരുന്നവരാണ് ഇവരെന്ന ഇവർക്ക് ഈ വിശ്വാസമില്ലല്ലോ. അവരാണെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയമായ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേലിൽ നിന്ന് ഒലിവുമലയിലേക്ക് ഇവർ നീങ്ങും. ഇതാണ് ഫൈനൽ ക്ലൈമാക്സ്, ഹർമോദൻ യുദ്ധത്തിൻ്റെ അവസാനം. അപ്പോൾ യെരുശലേമിൽ തമ്പടിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമി ഉൾപ്പെടെ, ചൈനയുടെ ആർമി ഉൾപ്പെടെ, റഷ്യൻ ആർമികൾ ഇതെല്ലാം ശത്രുതയോടെ ഇരുന്നെങ്കിലും ഈ കാര്യത്തിൽ ഈ വരുന്ന ശക്തിയെ നേരിടാൻ ഇവരെല്ലാം കൂടെ ഒന്നിച്ചുകൊണ്ട് ഒലിവുമലയുടെ കയറ്റത്തിലേക്ക് ഇവർ സൈന്യം മാർച്ച് ചെയ്തു പോകും. അപ്പോൾ ഒരു ഭൂമികളൊക്കെ ഉണ്ടാകും. ബൈബിളുണ്ടല്ലോ, ഇന്ന് വരെ ഉണ്ടാകാത്ത ഉസിയാവിൻ്റെ കാലത്തുണ്ടായതുപോലെ ഭയങ്കരമായൊരു ഭൂമികളൊക്കെ ഉണ്ടായിട്ട് ഇവന്മാരുടെ വെപ്പേഴ്സ് എല്ലാം തങ്ങളിൽ തന്നെ പൊട്ടാൻ തുടങ്ങും. ഇവർ കരുതിയിരിക്കുന്ന വെപ്പേഴ്സ് എല്ലാം പൊട്ടി കെമിക്കൽ സാക്ഷൻ കൊണ്ട് ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ മാംസം അഴുകി അവിടെ തന്നെ കിടക്കും. പിന്നെ കുറേ എണ്ണം പോയി യേശു ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യും. ഇവർ വിചാരിക്കുന്നത് ഇസ്രായേലിന് സപ്പോർട്ടായി അമേരിക്ക മാറി നിൽക്കുകയല്ലേ, അമേരിക്കയും ഇവരെല്ലാം മാറി നിൽക്കും, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ അവരാണെന്ന് ധരിച്ചുകൊണ്ട് ഇവർ യുദ്ധം ചെയ്യാൻ ഒലിവുമലയിലേക്ക് ചെല്ലും. അത് ക്രിസ്തുവാണ്, എടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ്, നമ്മളൊക്കെയാണ്. അവർക്ക് വാൾ വേണം. തൻ്റെ വായിൽ ശ്വാസത്താൽ വായിക്കാം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. യെശയ്യാവിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടുന്നു ശത്രുക്കളെ സംഹരിക്കാൻ. അവൻ്റെ വായിൽ നിന്ന് തീ പോലെ എന്നൊക്കെ കാണുന്നില്ലേ? അങ്ങനെ എതിർ ക്രിസ്തുവിനെ ശാസിച്ചാൽ മതി, അപ്പോൾ അവൻ്റെ സ്പിരിറ്റ് ബന്ധിക്കപ്പെടും. നോക്കണം, ഈ എതിർ ക്രിസ്തുവിനുള്ളതായ സാത്താനെ യേശു ശാസിച്ചു കഴിയുമ്പോൾ അവനെന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊരിക്കൽ ഒരിടത്ത് വെച്ചൊരു പിശാച് പിടിച്ചൊരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീയാണ്, നമ്മുടെ വിശ്വാസികളെല്ലാം കൂടെ അതിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ സമയമാണ്. നല്ല യോഗ്യമായൊരു സ്ത്രീ, ഒരു 5 അടി 10 ഇഞ്ച് ഹൈറ്റുണ്ട്, കണ്ടാൽ നല്ല യോഗ്യമായൊരു സ്ത്രീ, ഒരു കുറ്റം പറയാൻ. പക്ഷേ അവരുടെ ഭർത്താവ് വിട്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് വരാൻ. 14 വർഷമായിട്ട് ഇതിലൊരു പിശാച് കയറിയിരിക്കുക. അപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തെപ്പറ്റി പറയാൻ തുടങ്ങി. വേറൊന്നും പറഞ്ഞില്ല, ഞാൻ എന്നെ അവിടെ ഇരുന്നുകൊണ്ട് കസേര ഇരുന്നുകൊണ്ട് യേശുവിനെ പറ്റി പറഞ്ഞു. യോഗ്യമായ ആ സ്ത്രീയുടെ വിരലിങ്ങനെ ചുരുട്ടാൻ തുടങ്ങി, കാലിൻ്റെ വിരൽ ചുരുട്ടാൻ തുടങ്ങി. ചുരുട്ടി ഒരു ശക്തി ഇങ്ങോട്ട് ഇളകാൻ തുടങ്ങി. ഞങ്ങൾ നോക്കി നിൽക്കേ, വിശ്വാസികളുണ്ട്, പട്ടംകൊള്ളി വെച്ചാൽ ആദ്യം ഒന്ന് ആ തല ആ ഭിത്തിക്കിട്ട് ഒരൊറ്റ അടി, ഞെട്ടിപ്പോയി. അതുപോലത്തെ അടിയാണ്, പൊട്ടിത്തെറിക്കേണ്ട തലയാണ്. രണ്ടാമത് അടിച്ചു. അപ്പോൾ വിശ്വാസികൾ ഞാൻ പിടിക്കണ്ട, പൊട്ടത്തില്ല, സാത്താനാ, ഞാൻ പോകത്തില്ല. എൻ്റെ മുസ്ലിയാർമാർ നോക്കി, എൻ്റെ പൂജാരികൾ നോക്കി, ഞാൻ നിന്നെ ഇറക്കാനൊന്നും പോകത്തില്ല. ഞാനിപ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവാണ് പ്രവർത്തിക്കുന്നത്. അല്പസമയം കഴിഞ്ഞ് തറയിട്ടടിച്ച് ഛർദ്ദിച്ച് പോയി, പിശാച് പോയി. അതൊന്ന് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പം പിശാച് അകത്തിരിക്കുന്ന ആത്മാവ് തോറ്റവനാ, മുറിവേറ്റവനാ. അവൻ യേശുവിൻ്റെ മുമ്പിൽ വിറയ്ക്കും. അത് ഈ മക്കൾ ഓർത്തോളം, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുക്കപ്പെട്ടവരായിരുന്നാൽ മതി, യേശുവിനെ കളയാതിരുന്നാൽ മാത്രം മതി. യേശുവിനോട് ചേർന്ന് നിന്നാൽ ഒരു ശക്തി നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്തു? യേശു തൻ്റെ വായിൽ ശ്വാസത്താൽ ഈ ലോക നേതാവായ അതിക്രിസ്തുവിനെ ശാസിക്കുമ്പോൾ അവൻ്റെ പിശാചിനെ കാൽവരിയിൽ യേശു തോപ്പിച്ചതാണ്, തല തകർത്താണ്. അവനില്ലാതായിപ്പോയി. അപ്പോൾ തേണ്ട സാധാരണ മനുഷ്യനായി. ദുർഗുണമോ അവൻ്റെ ജഡത്തിൽ ന്യായവിധി വരുമെന്നാണ്. ഇത് മുഴുവൻ കാണും. തങ്ങളുടെ നേതാവ് തേണ്ട കിടക്കുന്നു. പണ്ട് സദാം ഹുസൈൻ ഇസ്രായേൽ അറബികൾക്ക് രക്ഷ വരുത്തുമെന്ന് വിചാരിച്ച് അവസാനം കണ്ടില്ലേ, ഒരു ഗുഹയ്ക്കകത്തുനിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന പോലെ ഇവനവിടെ ഒരു പ്രാകൃതനായിട്ട് അവസാനിക്കും. ഈ സമയത്ത് ശത്രു തോറ്റു കഴിഞ്ഞ പിന്നെ ആരാ? ഗോലിയാത്ത് ദാവീദിൻ്റെ കല്ലിന് വീണ് കഴിഞ്ഞപ്പോൾ കാഹളം ഊതിയതുപോലെ കഥാവായ യേശുവും എതിർ ക്രിസ്തുവും ആ ഫൈനൽ യുദ്ധത്തിൽ, ഫൈനൽ ഗെയിംസിൽ യേശു തൻ്റെ വായിൽ ശ്വാസത്താൽ അവനെ ശാസിക്കുമ്പോൾ വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ ദൂതന്മാരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഗബ്രിയേലും മീഖായേലും എല്ലാം സംഘങ്ങളെല്ലാം ഈ ജയത്തെ കണ്ടുകൊണ്ട് കാഹളം ഊതാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ വായിച്ചേ, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. സംഭവം
ഇപ്പോൾ ക്ലൈമാക്സ് അറിയാമെന്ന് നമ്മൾ പേടിക്കണ്ടാവും. പണ്ട് ഞാൻ പറയാറില്ലയോ, ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കോട്ടയം പുഷ്പനാഥിൻ്റെയും മറ്റേ പുള്ളിയുടെയൊക്കെ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ പേടിയാണ്, വായിച്ചു വരുമ്പോൾ നായകൻ ചത്തുപോകുന്നൊരു പേടിയാണ്. അപ്പോൾ അവിടെ നിർത്തും. അപ്പോൾ നമ്മുടെ ചേട്ടച്ചാർ പറയണം, നീ അവസാനം വായിച്ചിട്ട് ആദ്യം വായിക്കാൻ പറയുക. അവസാനത്തെ ചാപ്റ്ററിൽ നായകന് ജയമാണ്, അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വായിക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവസാനം അറിഞ്ഞവനാണ്. തറയിൽ പിതാവ് അത് മനസ്സിലാക്കാഞ്ഞുകൊണ്ടായിരിക്കും ഇത്രയും വേവലാതിപ്പെടുന്നത്. അതുകൊണ്ട് അവസാനത്തെ യുദ്ധത്തിൽ ക്രിസ്തുവും വിശുദ്ധന്മാരും നമ്മളും ജയിക്കും. അതുകൊണ്ട് തറയിൽ പിതാവേ ഈ വിഷയം പഠിച്ചിരുന്നാൽ യുവന്മാർ എന്ത് കോപ്രാജ്യവും കാണിക്കട്ടെ, ഇത് അവരുടെ രാജ്യത്തെ സമയമായി, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നാളെ ഇതിൽ കൂടുതൽ വരും, ഇതൊന്നും കയറി എതിർക്കണ്ട. ഇതിനകം ഈ ഇപ്പോൾ ചെയ്യുന്ന പോലെ സുവിശേഷത്തിൻ്റെ വചനം നിങ്ങൾ ജഗനാശ്ശേരി മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടെ ചെയ്യും. എന്നിട്ട് യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി രക്ഷിതാവായി സ്വീകരിക്കാൻ പറ. ഈ കല്ലും മണ്ണും എല്ലായിടത്തും ദൂരക്കള. അനാവശ്യ വിഗ്രഹങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കത്തോലിക്ക അച്ഛന്മാരും ബിഷപ്പുമാരും അവരുടെ ജനത്തോട് പറ. യേശു മാത്രമേ ഉള്ളൂ. അതിനുശേഷം യേശുവിനെ ആത്മാവിൽ ആരാധിക്കാൻ പറ. ഈ വ്യർത്ഥവും മൃദുപാരമ്പര്യമായ ചില കാര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയാൻ പറ. എന്നിട്ട് ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്തുക. തറയിൽ പിതാവ് വളരെ വെളിപ്പാടുള്ളവനാണ്. ആ മനുഷ്യൻ അദ്ദേഹം ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മതം ഒരു പരിധി കൂടുതൽ സമ്മതിക്കത്തില്ല. നമ്മുടെ സഭയിലുമില്ലേ ചില മതവൈരാഗ്യമുള്ള പുള്ളികൾ. സത്യത്തെക്കാൾ അവർക്ക് മതമാണ്, തങ്ങളുടെ കർത്താവിനേക്കാൾ തങ്ങളുടെ കസേരയാണ് വരുന്നത്. ഇവരെല്ലാം അവസാനം തീക്കാത്ത് പോകാൻ പോവാണ്. അതാണ് സൂക്ഷിച്ചോണം കേട്ടോ. ഞാനിത് ആരും പിണക്കമുണ്ടായിട്ടില്ല, രക്ഷപ്പെടുന്ന പിണട്ടെന്ന് വിചാരിച്ചുകൊണ്ട് പറയുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഫൈനൽ യുദ്ധത്തിൽ നമ്മുടെ കർത്താവായ യേശു തൻ്റെ വായന ശാസ്ത്രത്താൽ എതിർ ക്രിസ്തുവിനെ ശാസിച്ച് കഴിയുമ്പോൾ ലോക മനുഷ്യൻ മുഴുവൻ കാണും. മാനോക്കിലെ ഏലിയാവിനെ കണ്ടവർ ഇതും കാണും. ഇവൻ്റെ ശരീരത്തിൽ ദുർഗുണമുണ്ടായി എന്തോ ഭയങ്കര ന്യായവിധി വന്ന് തൻ്റെ നേതാവ് സദാം ഹുസൈൻ കിടക്കുന്നതിനേക്കാൾ കഷ്ടത്തിൽ കിടക്കുമ്പോൾ എല്ലാവരും നെഞ്ചത്തടിക്കും, ഞങ്ങളുടെ നേതാവ് പോയി. അതോടെ ന്യായവിധി ലോകത്തിലായി. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതി. വീണ്ടും വായിക്കാം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും അവസാനം ക്ലൈമാക്സ്. പിന്നെ ഇതിന് ഭയപ്പെടണം. എല്ലാ സാമ്രാജ്യങ്ങളും അവസാനിച്ച് all the kingdom shall be shaken except the kingdom of God. ദൈവരാജ്യം മാത്രം അവസാനം നിലനിൽക്കും. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം പ്രസംഗിച്ചു. അതുകൊണ്ടാണ് യേശു നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കേ, അത് മണ്ടത്തരമല്ല, അതേ നിൽക്കത്തുള്ളൂ. ആ ദൈവരാജ്യം ഭൂമി സ്ഥാപിക്കാൻ പോവുകയാണ്. ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുമ്പോഴും അത് പെന്തിക്കോസുകളിൽ വന്നു. ഇനി ദൈവരാജ്യം വരുന്നു 1000 വർഷ ഭരണത്തിൽ. വെളിപ്പാട് 24 വായിക്കുമ്പോൾ അതുണ്ട്. അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടാമോ? പെന്തിക്കോസുകാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ എന്തിന് വൈമുഖ്യം കാണിക്കുന്നു? ധൈര്യമായിട്ട് പറ, ദൈവരാജ്യം പ്രസംഗിക്കേ. യേശു കൽപ്പിച്ചിരിക്കുകയാണ്, തല പോട്ടെ. ഒരു ആത്മാവ് പോകത്തില്ലല്ലോ, വരാം. അങ്ങനെ തല പോയവരും എല്ലാവരും യേശുവിൻ്റെ കൂടെ വെള്ളക്കുതിരയിൽ പുറത്ത് വരാൻ പോവുകയാണ്. ആ പ്രത്യാശയുള്ളവൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. തല പോട്ടടോ, പക്ഷെ കുതിരപ്പുറത്ത് വരാം യേശുവിൻ്റെ കൂടെ. സത്യം തുറന്നു പറ, സത്യം വിളിച്ചു പറ, ഇതേ നിൽക്കത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? നമുക്ക് ശക്തി വേണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ നാളുകളിൽ വ്യർത്ഥവും മൃദുപാരമ്പര്യം വാക്ചാതുര്യമൊക്കെ കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് നിറയുക ആത്മബലത്തിൽ. ഇതേവരോട് പറഞ്ഞ പോലെ ഈ ബലത്തോടെ പോവുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവസനെ കാത്തിരുന്നുകൊണ്ട് ബലം പ്രാപിക്കുക. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. ഈ ബലം സാത്താൻ്റെ തലയെ തകർത്തതാണ്. ഈ ബലമില്ലാതെ പിശാചിനെ നേരിടാൻ പോരുത്. ആ ബലമാണ് നമുക്ക് ആവശ്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവിൻ. എന്നിൽ ബലത്തോടെ വ്യാപിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരമാക്കി രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തികൾ വിശ്വസിക്കുകയും ബലവാനെ പിടിച്ചു കെട്ടണം. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ദൈവം എന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. നാഗപട്ടണത്തിലെ പിശാചിനെ ബന്ധിക്കാൻ 6 മാസത്തിൽ എനിക്ക് ട്രെയിനിങ് വന്നു. ഞാനും കുറേ ആൾക്കാരും കൂടി കെല്ലിയസിൽ രാത്രിയെല്ലാം പ്രാർത്ഥിച്ച് ദൈവം എന്നെ ഫോമാക്കിയതിന് ശേഷം കൊണ്ട് ഇറക്കി വിട്ടു. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ ശക്തി ബന്ധിച്ചു. അതിന്ന് വലിയ സംഭവമാണ്. അതുപോലെ ഓരോ സമയം ചെല്ലുമ്പോഴും പഴയ ബലം കൊണ്ടൊക്കത്തില്ല, അവിടെ ഇരിക്കണം, കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി. അല്ല അവിടെ ഞാൻ ഭാഷ 40 വർഷമാണെന്ന് പോടാ ഞാൻ പറയും, ഇതിൻ്റെ പാട്ട് പോകാൻ പറയും. ഇവിടെ ഞാൻ വർഷങ്ങളായിട്ട് 10,000 വർഷങ്ങളായിട്ട് ഞാനിവിടെ ഇരിക്കുക. പിതാവ് പറയും നിൻ്റെ 40 വർഷം പോടാന്ന് പറയും. യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ, ആ ശക്തി ഉപയോഗിച്ചാൽ അവൻ പറയ്ക്കും. എനിക്കറിയാം. അവിടെ ഞാനിന്ന് ആ ശക്തിയിൽ ആശ്രയിക്കുന്നു. പെന്തിക്കോസുകാരുടെയോ TPM ശക്തിയല്ല എനിക്ക് ആവശ്യം, ഉയരത്തിലെ ശക്തിയാണ്.
ഇത് നിങ്ങൾ പ്രാപിച്ചോണം. നിങ്ങളുടെ പാരമ്പര്യവും വിശുദ്ധന്മാരുടെ പൊങ്ങച്ചോ പോയിച്ചിലൊക്കെ ചില പറയും എല്ലാം കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കാത്ത് ശക്തി പ്രാപിച്ചു. നിങ്ങളും ജയാളികളായി മാറും. ജയിക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഫൈനൽ വന്നിട്ടിരിക്കുകയാണ്. ആ ഫൈനൽ യുദ്ധത്തിൽ നാം ജയിക്കണമെങ്കിൽ ഒടുവിൽ കർത്താവിലും നമ്മൾ ജയിച്ചവൻ്റെ കൂടാണോ? നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം. അവൻ ഏത് ഗെയിംസിലും ജയിക്കുന്നവനാണ് നമ്മുടെ ലീഡർ. നമ്മുടെ യേശു കർത്താവ് ജയിച്ചവനാണ്. ലോകം ജഡം പിശാചിനെ ജയിച്ചവനാണ്. അവൻ്റെ പക്ഷത്തേക്കുക. അവർ ജയാളികളായിട്ട് മാറും. ഒരു നിമിഷം കണ്ണടയ്ക്കുക, മുട്ടുമേലിരിക്കുക. ഒരു ശക്തി നിങ്ങളുടെ മേൽ തരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി നമുക്ക് ആവശ്യമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഹല്ലേലൂയ. നീ തോൽവിയടയാൻ പോവുകയല്ല, ജയിക്കുന്നവനായി മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയാളിയായി മാറുകയാണ്. Oh Jesus, the power. Ibara sharabana khashia tuna la rikban dileka suya. Birara sharabana katura bara zaman dirashia. Ibara sharabana katura bara bara bam tira dirashia. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അന്ധകാര ശക്തികൾ തകരട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യേശുവിന്റെ നാമത്തിൽ ജയം. Hallelujah. Oh, rashara bara katura bara bam tira bam shia dira. Ibara bam tira bam shia dira. ജയം ഹല്ലേലൂയ. ജയം എപ്പോഴും. ജയം ഹല്ലേലൂയ. ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം എപ്പോഴും. ജയം ഹല്ലേലൂയ. ജയം എപ്പോഴും. ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം. Oh Jesus. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ട് മുദ്രയിട ഹല്ലേലൂയ. ആത്മശക്തി പ്രാപിച്ചുകൊള്ളുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ പ്രാപിച്ചുകൊള്ളുക. ദൈവശക്തി വ്യാപരിക്കുകയാണ്.
രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം. അവന്റെ രക്തം നിങ്ങളുടെ മേൽ മുദ്രയിട്ടിട്ടുണ്ട്. സാത്താനെ തൊടുവാനൊക്കില്ല. സാത്താൻ നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല. സാത്താൻ നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല. യേശുവിന്റെ നാമം. ഹല്ലേലൂയ. നാം ദൈവത്തിൽ ആരാധിക്കുമ്പോൾ, ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവരായ നിങ്ങൾ ഐക്യതയോടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ സാത്താൻ നടുങ്ങും. സാത്താൻ നടുങ്ങും. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. യേശുവിന്റെ നാമത്തിൽ അഴിയും. ഹല്ലേലൂയ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 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 പ്രാർത്ഥിക്കുക.